വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒറ്റ ദിവസം വാർത്താസമ്മേളനം നടത്തി വി.ഡി. സതീശനെ ആക്രമിക്കുകയാണ്. സതീശനെ ഇന്നലെ കുരുത്ത തകരയെന്ന് വെള്ളാപ്പള്ളി വിളിക്കുമ്പോൾ വർഗീയതയ്ക്കെതിരെ സംസാരിക്കാൻ സതീശന് യോഗ്യതയില്ല എന്ന് പറയുന്നു സുകുമാരൻ നായർ. ഇന്നത്തെ വാർത്താസമ്മേളനത്തിലും വെള്ളാപ്പള്ളി വിദ്വേഷം ഛർദ്ദിക്കുന്നുണ്ട്. വാർത്താസമ്മേളനത്തിനിടെ സുകുമാരൻ നായരെ വിളിക്കുന്നത് മന്ത്രി വി.എൻ. വാസവനാണ്. വെള്ളാപ്പള്ളി മുന്നോട്ട് വയ്ക്കുന്ന നായാടി മുതൽ നസ്രാണി വരെ ഉള്ള ഐക്യം ആർക്ക് വേണ്ടിയാണ്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി രാഷ്ട്രീയ നിരീക്ഷകരായ ദാമോദർ പ്രസാദ്, മുഹമ്മദ് ഹനീഫ, CPM വക്താവ് കെ അനിൽകുമാർ, കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദ് എന്നിവർ. ആദ്യം അനിൽകുമാർ, ഈ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒരേ ദിവസം തന്നെയാണ് വാർത്താ സമ്മേളനം. രണ്ടുപേരുടെയും ലക്ഷ്യം വി.ഡി. സതീശനാണ്. പക്ഷേ അതോടൊപ്പം വെള്ളാപ്പള്ളി നടേശൻ സവിശേഷമായ ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിൽ CPM-ന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വേണം എന്നെനിക്ക് തോന്നിയൊരു കാര്യം, കേരളത്തിൽ നസ്രാണികൾ മുസ്ലിങ്ങളെ ഭയന്നാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ ഐക്യം താൻ മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ്. ആ പ്രസ്താവനയ്ക്ക് CPM മറുപടി പറയേണ്ടത്. കാരണം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് CPM ആണ് ഭരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ തള്ളിപ്പറയാൻ CPM തയ്യാറാണോ? കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് രാവിലെ പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടു. കേരളത്തിലെ മുഴുവൻ ആളുകളും മതേതരവാദികളാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കുറേ സമുദായ നേതാക്കളും കുറേയേറെ രാഷ്ട്രീയ നേതാക്കളും വർഗീയത പ്രചരിപ്പിക്കുന്നു. ഇതാണ് അദ്ദേഹം രാവിലെ പറഞ്ഞത്. ഇത്തരമൊരു പ്രസ്താവന നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടില്ലാത്ത കൊണ്ടാണോ അതോ സംപ്രേഷണം ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ടാണോ? കേരളത്തിലെ മുഴുവൻ ആളുകളും മതേതരവാദികളാണെന്ന് പറഞ്ഞാൽ RSSകാർ മതേതരവാദികളാണോ? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി, അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ KM ഷാജി കഴിഞ്ഞ 9.5 കൊല്ലമായി മുസ്ലിം സമുദായത്തിന് അധികാരമില്ല, ആ കടം വീട്ടി സമുദായത്തിന് നേട്ടമുണ്ടാക്കാനാണ് ഞങ്ങൾ അധികാരം പിടിക്കാൻ പോകുന്നത് എന്ന് പ്രസംഗിക്കുന്നത് നമ്മുടെ നാട് മുഴുവൻ കേട്ടു. KM ഷാജി മതേതരവാദിയാണോ? മതത്തെ ഉപയോഗിച്ച് വോട്ട് പിടിച്ചതിന് സ്ഥാനം നഷ്ടപ്പെട്ട KM ഷാജിയെ മതേതരവാദിയാക്കുക, പിന്നെ RSSകാരെ മതേതരവാദിയാക്കുക, ഇന്ത്യ രാജ്യം മുഴുവൻ വർഗീയ കലാപം നടത്തുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന സംഘപരിവാറിനെ മതേതരവാദിയാക്കുക. എന്നിട്ടോ സമുദായ നേതാക്കൾ സ്വീകാര്യമായതോ സ്വീകാര്യമല്ലാത്തതോ ആയ പ്രസ്താവനകളൊക്കെ നടത്തിയാൽ അതിൻ്റെ അറ്റത്ത് പിടിച്ച് അതാണ് വലിയ കാര്യം. ഈ നിലയിൽ ഒരാഖ്യാനം ഉണ്ടാക്കുക എന്നത് യഥാർത്ഥത്തിൽ വർഗീയവാദികളെ രക്ഷിക്കുന്ന UDF-ന്റെ കുതന്ത്രമാണ്. UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജന്മവൈകല്യം അതിൽ മതരാഷ്ട്രീയക്കാരുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഇന്ന് പറഞ്ഞു, ഞങ്ങൾ വെൽഫെയർ പാർട്ടിയായിട്ട് സഖ്യമുള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്താണ്? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയം ഉപേക്ഷിച്ചു. വേറൊരു കൂട്ടരുണ്ടല്ലോ, SDPI. നമ്മൾ ആലപ്പുഴയിലൊരു മുദ്രാവാക്യം കേട്ടല്ലോ, അവലും വല്ലും കരുതിക്കോ, കുന്തിരിക്കം കരുതിക്കോ, നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട്. കേരളത്തിൽ വിളിച്ചതാണ്. മുഖ്യമന്ത്രി കേസെടുത്തു, പിണറായി വിജയൻ കേസെടുത്തു, സംഘി വിജയൻ എന്ന് അദ്ദേഹത്തെ ആക്ഷേപിച്ചു. സതീശൻ മിണ്ടിയിട്ടുണ്ടോ? സതീശൻ SDPയുടെ വോട്ട് പോരട്ടെ, വെൽഫെയർ പാർട്ടിയുടെ വോട്ട് പോരട്ടെ, മുസ്ലിം ലീഗിൻ്റെ വോട്ട് പോരട്ടെ, ഇതെല്ലാം പോരട്ടെ എന്ന് മാത്രമല്ല, KM ഷാജിയെപ്പോലുള്ളവർ മുരത്ത വർഗീയത പറയുമ്പോൾ അതിന് എല്ലാം കൂട്ടുനിന്നിട്ട് ഒരു മതേതരവാദം പറയുന്നു. അത് കാപട്യപൂർണ്ണമാണ്. അതിനാരെങ്കിലും മറുപടി പറഞ്ഞാലുടനെ മറുപടി പറഞ്ഞവരോടെല്ലാം CPM മറുപടി പറഞ്ഞോളണം. അത്തരം ഒരു ആഖ്യാനമൊന്നും ആവശ്യമില്ല. ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. വി.ഡി. സതീശനും അനിൽകുമാർ വളരെ വിശദമായിട്ട് അതേക്കുറിച്ച് പറഞ്ഞു. അതായത് വി.ഡി. സതീശന്റെ കാപട്യത്തിൽ എൻ്റെ ചോദ്യം അങ്ങ് കേട്ടതാണോ കേൾക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ചോദ്യം ഇതാണ്, കേരളത്തിൽ നസ്രാണികൾ മുസ്ലിങ്ങളെ ഭയന്നാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം വേണം എന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന സ്വീകാര്യമാണോ? സ്വീകാര്യമല്ലെങ്കിൽ അതിനെ CPM തള്ളി പറയുമോ? അതാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. അങ്ങ് പറഞ്ഞില്ല, ആ ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞില്ല. പകരം സതീശന് വർഗീയത എതിർക്കാനുള്ള അർഹതയെക്കുറിച്ചാണ് സംസാരിച്ചത്. UDF-നോട് വർഗീയവാദിയുണ്ട് അദ്ദേഹം, SDPI-യെയും RSS-നെയും ജമാഅത്തെ ഇസ്ലാമിയും തള്ളി പറയുന്നില്ല എന്നാണ് അങ്ങ് പറഞ്ഞത്. എന്റെ ചോദ്യം, വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞ വളരെ ഗുരുതരമായ ആ പരാമർശത്തെക്കുറിച്ച് CPM നിലപാടോട് പറയാം. അതെ, ആ നിലപാട് ഇപ്പോൾ പറയാൻ പോണത് ഞാൻ കൃത്യമായിട്ട് മറുപടി പറയാം. നിങ്ങളിപ്പോൾ ഇവിടെ കേൾപ്പിച്ച ബഹുമാനപ്പെട്ട SNDP ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനയുടെ പൊരുളെന്താണ്? 2011 LDF-ന് തുടർഭരണം കിട്ടേണ്ടതായിരുന്നു
ഞങ്ങൾക്ക് 68, UDF 72. എങ്ങനെ അട്ടിമറിച്ചു? അതാണ് SNDP ജനറൽ സെക്രട്ടറി പറയുന്നത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ഒരു പിന്നോക്ക മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ മുന്നണി ഉണ്ടാക്കാൻ വേണ്ടി SNDP NSSുമായി അടുപ്പിച്ചു. അത് മുസ്ലിം ലീഗിൻ്റെ കളിയായിരുന്നു. ഞങ്ങളിപ്പോൾ കെണിയിൽ വീഴാൻ ഉദ്ദേശിക്കുന്നില്ല. 2, അങ്ങനെ അധികാരം പിടിച്ച മുസ്ലിം ലീഗ് 33 അൺഎയ്ഡഡ് സ്കൂളുകൾ എയ്ഡഡാക്കിയപ്പോൾ ഒറ്റയ്ക്ക് തങ്ങളുടേതായത് മാറ്റി, തങ്ങളുടെ വിദ്യാഭ്യാസ കച്ചവടത്തിനായിട്ട് മാറ്റി, തങ്ങളുടെ പ്രമാണവർഗ താല്പര്യത്തിനായിട്ട് മാറ്റി. അത് പാവപ്പെട്ട മുസ്ലിമിന് ഗുണം കിട്ടുന്ന കാര്യമല്ല. ആ തർക്കമാണ് വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നത്. അത് മുസ്ലിം വിഭാഗത്തിനെതിരാണെന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ ഭയന്നാണ് കേരളത്തിൽ ജീവിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറഞ്ഞു. അത് അങ്ങും കേട്ടതാണ്, ഞാനും കേട്ടതാണ്. അതേക്കുറിച്ച് CPM നിലപാടുണ്ടോ? അതെ, അതിനെക്കുറിച്ചാണ് ഞാൻ മുമ്പേ തന്നെ അതിനെക്കുറിച്ച് അങ്ങ് പറഞ്ഞിട്ടില്ല. അങ്ങ് പറയുന്നത് മറ്റു കാര്യങ്ങളാണ്, ലീഗിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ പറഞ്ഞത് അതായത് ഞാൻ ഒരു സമുദായത്തിനെതിരല്ല, ഒരു മതസമുദായത്തിനെതിരല്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിന് ശേഷം അദ്ദേഹം തന്നെ പറയുന്ന കാര്യമാണ് ക്രൈസ്തവർ മുസ്ലിങ്ങളെ ഭയന്നാണ് ജീവിക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതാണ്. അതേക്കുറിച്ച് CPM അഭിപ്രായമുണ്ടോ എന്തെങ്കിലും? അതെ, CPMന്റെ അഭിപ്രായം കൃത്യമായിട്ട് പറയാം. കേരളത്തിലെ ഒരു സമുദായവും മറ്റൊരു സമുദായത്തെ ഭയന്ന് ജീവിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് CPMന്റെ നിലപാട്. ഇവിടെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വർഗീയതയോ വിദ്വേഷ പരാമർശമോ ആണോ കേരളത്തിൽ? അങ്ങനെ ഇല്ലാത്ത ഒരു സാഹചര്യം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം CPM ആണ്. കേരളത്തിൽ അങ്ങനെ ഒരു സമുദായത്തിന് മറ്റു സമുദായത്തെ ഭയന്ന് ജീവിക്കേണ്ട സാഹചര്യമില്ല, എന്നാൽ അങ്ങനെ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നത് വിദ്വേഷ പ്രചാരണമോ വർഗീയതയാണോ? അതെ, ഞാനൊന്ന് മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കൂ. ഇവിടെ എന്താ വിഷയം? ഇവിടെ മുമ്പ് 2011 UDF ഗവൺമെൻറ് ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തിയൊരു വഞ്ചനയെക്കുറിച്ചാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല അനിൽകുമാർ, മാധ്യമപ്രവർത്തകർ ആവർത്തിച്ചു ചോദിച്ചു. നേരത്തെ നായാടി മുതൽ നമ്പൂതിരി വരെ സമുദായങ്ങളുടെ ഐക്യത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. ഇപ്പോൾ അതിൽ നസ്രാണികളെ എന്തിനു ചേർത്തു? അതിലെന്തുകൊണ്ട് മുസ്ലിങ്ങളില്ല എന്ന് ചോദിച്ചപ്പോഴാണ് കേരളത്തിൽ മുസ്ലിങ്ങളെ ഭയന്നാണ് കേരളത്തിലെ ക്രൈസ്തവർ ജീവിക്കുന്നതെന്ന് അദ്ദേഹം വിശദമായി പറഞ്ഞു. അതേക്കുറിച്ചാണ് എൻ്റെ ചോദ്യം. 2011 UDF നമുക്ക് വരാം. അതെ, അതിനെക്കുറിച്ചാണ് ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. സമുദായ സംഘടനാ നേതാക്കളെ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളി ആ പറഞ്ഞത് വർഗീയതയും വിദ്വേഷവുമാണോ? അത് അവർ തമ്മിൽ അത് വർഗീയതയും വിദ്വേഷവുമാണോ? അല്ല, അത് അവാസ്തവമാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അവാസ്തവമായ കാര്യം പറയുന്നതിലൂടെ വർഗീയത പ്രചരിപ്പിക്കുകയാണോ വെള്ളാപ്പള്ളി? ഒരു കാര്യം കൂടെ കേൾക്കുക. ഒന്ന്, നിങ്ങൾ ഈ വല്ലാതെ ഞെട്ടുന്നുണ്ടല്ലോ. ഇത്ര ഒരു ഞാൻ ഞെട്ടിയിട്ടില്ല, കാരണം എപ്പോഴും ഞെട്ടാൻ നമുക്ക് വട്ടില്ലല്ലോ. ഞാൻ ചോദിക്കുകയാണ്, അങ്ങോട്ട് ഞാൻ ഇപ്പോൾ 4 പ്രാവശ്യം ആവർത്തിച്ച കാര്യം ചോദിച്ചു, അങ്ങ് മറുപടി പറയുന്നില്ല. ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഞാനൊരു ചർച്ചയിൽ പറയുമ്പോൾ ഒന്ന് കേൾക്കൂ. നിങ്ങൾ ഞെട്ടണ്ടെന്ന് പറയാൻ കാരണം എന്താണ്? നിങ്ങൾ മതരാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നു. ആര്? അതിന്റെ ഭാഗമായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആശയം എന്താണ്? ആര്? വെള്ളാപ്പള്ളി? ജമാഅത്തെ ഇസ്ലാമി. ഞാൻ ചോദിച്ചത് വെള്ളാപ്പള്ളിയുടെ കാര്യം. വെള്ളാപ്പള്ളി പറഞ്ഞത് വർഗീയതയോ അല്ലേ അനിൽകുമാർ? അതായത് കേരളത്തിൽ ക്രൈസ്തവർ മുസ്ലിങ്ങളെ ഭയന്നാണ് ജീവിക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് വർഗീയതയാണോ അല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല, പറ്റില്ല എന്ന് പറയുക. നമുക്ക് വിടാം, വിഷയം വിടാം. നിങ്ങളുടെ പോയിന്റ്, ഞങ്ങളുടെ പോയിന്റ് ഇതാണ്. ഇത് എന്റെ പോയിന്റ് അല്ല, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. വെള്ളാപ്പള്ളി പറഞ്ഞത് വർഗീയതയാണോ അല്ലേ? തങ്ങളുടെ സൗകര്യത്തിന് ചിലത് അടർത്തിയെടുക്കും. അല്ല, അടർത്തിയെടുത്തതല്ല, വിശദമായിട്ട് മാധ്യമങ്ങൾ ചോദിച്ചതാണ്. വിശദമായി മാധ്യമങ്ങൾ ചോദിച്ചതാണ് എന്തുകൊണ്ട് ഈ പറയുന്ന നായർ മുതൽ നസ്രാണി വരെയുള്ള ഐക്യമുന്നണിയിൽ മുസ്ലിങ്ങളില്ല എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അത് ഞാനത് ഇനി ഇങ്ങോട്ട് പറയാതിരിക്കാതെ ഞാൻ അങ്ങോട്ട് പറയാം. ഓക്കെ. നിങ്ങൾ എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ KM ഷാജിയുടെ പ്രസ്താവന വർഗീയമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? KM ഷാജിയുടെ പ്രസ്താവന എന്താ? അതിന് മറുപടി ചർച്ച ചെയ്യാം. എപ്പോഴാണ്, എവിടെ വെച്ചാണ് അദ്ദേഹം അത് പറഞ്ഞത്? ഏത് കാലത്താണ്? നിങ്ങൾ കേട്ടിട്ടില്ല, ഒന്നുകൂടെ കേൾപ്പിക്കുക. ഓക്കെ, ഞാൻ അങ്ങേലേക്ക് വരാം. KM ഷാജിയുടെ പ്രസ്താവന ശ്രീ നിജേഷ് അരവിന്ദ് കേരളത്തിലെ 2 പ്രമുഖ സമുദായ സംഘടനകളുടെ നേതാക്കൾ അനിൽകുമാർ, ഞാൻ വരാം. അങ്ങ് 2011 ചർച്ച ചെയ്യാം. അല്ല, ഓടിയതല്ല, ഞാൻ നമ്മൾ ചർച്ച തുടങ്ങി 8 മിനിറ്റായി. 8 മിനിറ്റായിട്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശം എന്താണ്? പറയട്ടെ. ചോദിക്കാനുള്ള അവകാശം. ഈ സംസ്ഥാനം ഭരിക്കുന്നത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയാണ്.
ആഭ്യന്തരമന്ത്രി ഭരിക്കുന്ന കേരളത്തിൽ ഒരു സമുദായം മറ്റൊരു സമുദായത്തെ ഭയന്നാണ് ജീവിക്കുന്നത് എന്ന വിദ്വേഷ പ്രസംഗം ഒരു സമുദായ നേതാവ് നടത്തിയിട്ട് അതേക്കുറിച്ച് ഒരു വരി പോലും പ്രസ്താവന നടത്താതെ CPM എന്ന പാർട്ടിയുടെ വക്താവായി അങ്ങ് ഇവിടെ വന്നിരുന്നിട്ട് ആ ചോദ്യത്തിന് മറുപടി പറയാതെ 8 മിനിറ്റ് കളഞ്ഞു. അതാണ് അപകടം. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ നിജേഷ് അരവിന്ദ്, ശ്രീ നിജേഷ് അരവിന്ദ്, ഇന്ന് രണ്ട് പ്രമുഖ സമുദായ സംഘടനകളുടെ നേതാക്കൾ, പ്ലീസ് അനിൽകുമാറിലേക്ക് വരാം. അങ്ങ് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ നിജേഷ് അരവിന്ദ്, ഇന്ന് രണ്ട് പ്രമുഖ സമുദായ സംഘടനകളുടെ നേതാക്കൾ VD സതീശനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് സമുദായ സംഘടനാ നേതാക്കളും പറയുന്നത് UDF-നോടോ കോൺഗ്രസിനോടോ ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷെ VD സതീശൻ അദ്ദേഹത്തിന് അഹങ്കാരമാണ്. ഒരു വശത്ത് അദ്ദേഹം അഹങ്കാരിയാകുന്നു. ഇന്നലെ കുരുത്ത തകര എന്ന് വെള്ളാപ്പള്ളി വിളിക്കുമ്പോൾ സുകുമാരൻ നായർ പറയുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയം പറയാൻ അർഹത, അദ്ദേഹം ഇവിടെ വന്ന് വോട്ട് ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് തിണ്ണ നിരങ്ങുന്ന കാര്യം പറയുന്നു, പുറത്തിറങ്ങി എന്ന് പറയുന്നു, ഇരട്ടത്താപ്പാണെന്ന് ആക്ഷേപിക്കുന്നു. അപ്പോൾ ഇവിടെ VD സതീശന്റെ നേതൃത്വത്തിനെതിരെയാണ് രണ്ട് പ്രമുഖ സമുദായ സംഘടനകൾ രംഗത്ത് വരുന്നത്. പക്ഷേ ഇന്ന് KPCC അധ്യക്ഷൻ അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ സതീശനെ ഡിഫെൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല എല്ലാവരുമായി സൗഹൃദത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു. ഇത് കോൺഗ്രസിന്റെ അണികൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഈ വിഷയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. ശ്രീ അനിൽകുമാറിന് ഉരുണ്ട് കളിക്കുന്നത് പോലെ ഉരുണ്ട് കളിക്കാനൊന്നും ഞങ്ങൾ തയ്യാറല്ല. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന കേരളത്തിലെ SNDPയുടെ നേതാവ് കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ചവർഗീയതയാണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇന്ന് ശ്രീ സുകുമാരൻ നായർ അതിനോട് ചേർന്നുകൊണ്ട് വ്യക്തിപരമായ വിമർശനം ശ്രീ VD സതീശനെതിരെ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അതിനെ തള്ളി പറയുന്നു. പക്ഷേ അതുമാത്രമായി ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളില്ല എന്ന് മാത്രമേ പറയുള്ളൂ. അഭിപ്രായത്തൊന്നും ഒളിച്ചോടിയിട്ടില്ല. ശ്രീ VD സതീശൻ തന്നെ പറഞ്ഞല്ലോ, എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്, എല്ലാവർക്കും എന്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല, പക്ഷെ വർഗീയതയെ ഞാൻ എതിർക്കും. വർഗീയത എതിർക്കുക എന്നുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോളിസിയാണ്, പൊളിറ്റിക്സ് ആണ്. അതിലെന്താ പ്രശ്നമുള്ളത്? AP അബൂബക്കർ മുസ്ലിയാർ സംഘടിപ്പിച്ച വേദിക്കകത്ത് കൊണ്ട് ശ്രീ VD സതീശൻ 1 മണിക്കൂർ നേരം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രഭാഷണം കേട്ടതിന് ശേഷം പച്ചയ്ക്ക് പറഞ്ഞു മതേതരത്വം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അത് പ്രാക്ടീസ് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ വർഗീയ വിഷയവുമായി കുറെ കാലമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യരെ പിടിച്ച് പൂമാലയിട്ട് പൊന്നാടയിട്ട് കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞതിന് എന്തിനാണ് രോഷം? ഞാൻ ചോദിക്കട്ടെ അനിൽകുമാറിനോട്, ഈ വെള്ളാപ്പള്ളി ഞാൻ കോഴിക്കോട്ടുകാരനാ, കോഴിക്കോട്ടെ മാൻഹോളിന്റെ അകത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറായ നൌഷാദ് 2 അന്യ സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മരണപ്പെട്ടപ്പോൾ കേരളം മുഴുവനായിക്കൊണ്ട് നൌഷാദിന്റെ ഒരു പ്രവൃത്തിക്ക് നേരെ അനുകൂലിച്ചു നിന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സഹായവും അദ്ദേഹത്തിന്റെ മനസ്സിനെ അഭിനന്ദിച്ച സമയത്ത് കേരളത്തിൽ ഒറ്റ മനുഷ്യൻ മാത്രമേ അതിനകത്ത് വർഗീയത കണ്ടിട്ടുള്ളൂ. ആ മനുഷ്യന്റെ പേരാണ് വെള്ളാപ്പള്ളി നടേശൻ. ഞങ്ങൾക്ക് അത്ഭുതമില്ല, കാരണം വെള്ളാപ്പള്ളി നടേശന്റെ മകനാണ് തുഷാർ വെള്ളാപ്പള്ളി BJPയുടെ സഖ്യകക്ഷിയാണ്, PDJS ആണ്. അതുകൊണ്ട് അവരൊരുമിച്ച് ഒരു വർഗീയത പറയുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ പറയും, എന്താ സംശയമുള്ളത്? അതിന് സമാനമായ പൊളിറ്റിക്സ് കേരളത്തിലെ CPM അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. 4 ദിവസം മുമ്പാണ് AK ബാലൻ എന്ന് പറയുന്ന സ്ഥിരം ന്യായീകരണ സ്വഭാവമുള്ള സഖാവ് പറഞ്ഞത്, നാളെ UDF-ന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ആഭ്യന്തരം ഭരിക്കുക എന്ന് മാത്രമല്ല മാറാടുകൾ ആവർത്തിക്കപ്പെടും എന്ന് പറഞ്ഞു. ഗോവിന്ദ മാഷ് അതിനെ തള്ളി പറഞ്ഞപ്പോൾ അതിനെ ഓൺ ചെയ്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പൊ അതിനെ പിണറായി വിജയൻ അത് പറയാനുള്ള അധികാരമില്ല എന്ന് പറയുന്നതിന് എന്താ പ്രയാസമുള്ളത്? ഞങ്ങൾ ആവർത്തിച്ചു പറയും. അതിന് ആരെങ്കിലും VD സതീശനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ധൈര്യം ആര് പറഞ്ഞാലും ശരി, അതിനോട് ഞങ്ങൾ അത് അപ്പോൾ KPCC അധ്യക്ഷന്റെ മൗനമോ മറ്റോ അല്ല, അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി. രമേശ് ചെന്നിത്തല എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നുണ്ടോ? KC വേണുഗോപാൽ എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് VD സതീശന്റെ എന്തോ ഒരു സൂക്കേടാണ് എന്ന രീതിയിലാണ് വെള്ളാപ്പള്ളി അതിനെ വിശദീകരിക്കുന്നത്. അജിൻസെ, വെള്ളാപ്പള്ളി എന്തു പറയുന്നു എന്നുള്ളതല്ല. KC വേണുഗോപാൽ വന്നുകൊണ്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ വർഗീയവാദി എന്ന് വിളിക്കേണ്ട കാര്യമില്ല. ഇനി ആ പ്രസംഗത്തിനകത്ത് ശ്രീ VD സതീശൻ വെള്ളാപ്പള്ളി എന്ന പേര് പോലും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിക്കാണ് മറുപടി പറഞ്ഞത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി 1 മണിക്കൂർ നേരം ആളുകളെ മതേതരത്വം പഠിപ്പിച്ച സമയത്ത് ഈ മതേതരത്വം പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ സ്വയം ഒരു മതേതരവാദിയാകണം, ഇത് പറഞ്ഞാൽ പോരാ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഓർമ്മപ്പെടുത്തിയത്. അവിടെ വെള്ളാപ്പള്ളിയുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. വെള്ളാപ്പള്ളിയാണ് പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഭ്രാന്താണ്, ഊളംപാറയിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നു. തിരിച്ചു മറുപടി
മറുപടി ഞങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ യൂത്ത് കോൺഗ്രസോ ഞങ്ങൾ KSU പിറ്റേ ദിവസം വെള്ളാപ്പള്ളിക്കെതിരെ പ്രകടനവുമായി വന്നോ? അത് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDPയുടെ നേതാവ് ആർ ശങ്കരനെ പോലെയുള്ള മഹാരഥന്മാർ ഇരുന്ന ശ്രീനാരായണ ഗുരു, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നൊക്കെ വലിയ നമ്മളെ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള സംഘടനയിൽപ്പെട്ട ഒരു മനുഷ്യൻ, കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അദ്ദേഹം എന്തോ ഒരു നവോത്ഥാന സമിതിയുടെ ചെയർമാൻ ആയിക്കൊണ്ട് ഇന്നും നിൽക്കുന്ന മനുഷ്യൻ തുടർച്ചയായി വർഗീയ വിഷം ചീന്തുന്ന സമയത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ കേസ് എടുക്കുന്ന പോലീസല്ലേ കേരളത്തിലുള്ളത്? ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മതി. APCയുടെ ഒരു രാഷ്ട്രീയകാര്യ സമിതി N. സുബ്രഹ്മണ്യൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ പിറ്റേ ദിവസം പോലീസ് വളഞ്ഞു വെച്ചു ആക്രമിച്ചു. കേരളത്തിനകത്തേക്ക് നിരന്തരമായി വർഗീയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെതിരെ ഒരു FIR ഇടാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചോ? ഇത് കേരളത്തിലെ സാധാ ജനത ചോദിക്കുന്നു. ആ ചോദ്യം കൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ജനത ഒന്നിച്ചണിതിരുന്നുകൊണ്ട് മതേതരത്വത്തിന് വേണ്ടി വോട്ട് ചെയ്തത്. കേരളത്തിലൊരു മതേതരത്വത്തിന്റെ സ്പേസ് ഉണ്ട്. ആ സ്പേസ് നേരത്തെ ഓൺ ചെയ്തിരുന്നത് LDFും UDFും ആയിരുന്നെങ്കിൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ സ്പേസിൽ നിന്ന് LDF പിറകോട്ട് പോയി കിട്ടാവുന്നിടത്തൊക്കെ സഖ്യമുണ്ടാക്കാൻ വേണ്ടി, കിട്ടാവുന്നിടത്തൊക്കെ വർഗീയത പറയാൻ വേണ്ടി PM ശ്രീ ഒപ്പിട്ട കാലം മുതൽ ഓരോ ഘട്ടത്തിലും വർഗീയവുമായി സന്ധി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് CPM പോയി. ഞങ്ങൾക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അയ്യപ്പ സംഗമം നമ്മൾ പറയണ്ടല്ലോ. അയ്യപ്പ സംഗമം നടത്തിയിട്ട് അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ വെച്ച് ഭഗവത്ഗീത ഉച്ചരിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി ചേർന്ന് നിന്ന സംഘടനകൾ അവരെയൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് പിന്നീട് വന്ന അന്വേഷണങ്ങൾ SIT ഒക്കെ വന്നത്. മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഓരോ സംഘടനയ്ക്കുമുണ്ട്. അവർ മറുപടി പറയട്ടെ. മൗനം ആചരിക്കുന്നത് വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി മൗനം ആചരിക്കുന്ന സംഘടനകൾ ഏതാണെങ്കിലും ശരി, അവർ നാളെ മറുപടി പറയേണ്ടതും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സണ്ണി ജോസഫും ഉണ്ട് എന്ന് നിങ്ങൾ കാണുന്നില്ലേ? കേരളത്തിലെ കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ. ഞങ്ങളത് ആളി കത്തിക്കാൻ വേണ്ടി നാളെ പടപുരുതാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്നതുകൊണ്ട്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിനകത്ത് VD സതീശന്റെ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് VD സതീശന്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിനകത്ത് ഏതെങ്കിലും ഒരു നേതാവിനെ പറ്റി അജിംസെ മോശമായിട്ട് പറഞ്ഞോ? സുകുമാരൻ നായരെ പറ്റിയോ വെള്ളാപ്പള്ളിയെ പറ്റിയോ പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞതാണ് എന്നെ വ്യക്തിപരമായി വിമർശിക്കാനുള്ള അധികാരമുണ്ട്. വെള്ളാപ്പള്ളി കടത്തി പറഞ്ഞപ്പോൾ പറഞ്ഞു ശ്രീനാരായണ ഗുരു പറയുന്ന കാര്യങ്ങളല്ല, അതിന് വിരുദ്ധമായിട്ടാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അത് കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് നാളെ എല്ലാവരും ആവർത്തിച്ചു പറയുന്നു. പക്ഷെ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളി അല്ല വെള്ളാപ്പള്ളി. ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളി CPM ആണ്, BJP ആണ്. ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളി അല്ലാത്തിടത്തോളം കാലം അദ്ദേഹത്തിനെതിരെ പ്രചരണവുമായി പോയി ഒരു സംഘടനയെ എതിർഭാഗത്ത് നിർത്തുക എന്ന പൊളിറ്റിക്കൽ ശ്രീ ദാമോദർ പ്രസാദ്, ഇന്ന് സുകുമാരൻ നായർ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുന്ന മന്ത്രി VN വാസവനാണ്. അത് എന്തിനാണ് വിളിച്ചതെന്നറിയില്ല. ഫോൺ കട്ടായി തിരിച്ച് അദ്ദേഹം വിളിക്കുമ്പോൾ ആ ഫോൺ എടുക്കുന്നില്ല. ഒരു പക്ഷേ അപ്പോഴായിരിക്കും അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുകയാണ് എന്ന് വിളിച്ച ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക. എന്തായാലും ആ വിളി, അതിനുശേഷം മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന, എന്താണോ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും പറഞ്ഞു വെക്കുന്നത് അത് കുറെ കൂടി വിശദമായി ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്, ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണ് സജി ചെറിയാൻ ചെയ്യുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇതിൽ നിന്ന്? ഈ പ്രസ്താവന ഇത് ആർക്ക് വേണ്ടിയാണ് ഈ വാർത്താ സമ്മേളനം ഒരേ ദിവസം? അതായത് ഇവിടെ നേരത്തെ കഴിഞ്ഞ ചർച്ച കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അജിംസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പോൾ അങ്ങനെയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൻ്റെ സംഘടിത വീക്ഷണം വെച്ചാണ് CPM ഒരുപക്ഷെ UDF പ്രവർത്തിക്കുന്നത്. അനിൽകുമാറിനൊക്കെ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ അതിജീവിക്കുക, എങ്ങനെ ഇപ്പം എന്തായാലും തെരഞ്ഞെടുപ്പ് തിരിച്ചടി കിട്ടി, അപ്പോൾ ഒന്ന് ഈ തിരിച്ചു വരാനുള്ള എന്തെങ്കിലും ശ്രമം നടത്തും. അതിനുവേണ്ടി എന്ത് മുസ്ലിം വിരുദ്ധ പറഞ്ഞാലും തിരിച്ചു വരാനുള്ള ശുദ്ധവും ദുഷ്ടവുമായ സമീപനം അല്ലാതെ മറ്റൊന്നും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് കേരളത്തെ ഈ തെരഞ്ഞെടുപ്പിനപ്പുറം കേരളത്തിൽ ആപൽക്കരമായ പ്രസ്താവനകളാണ് കഴിഞ്ഞ കുറേ കാലത്ത് ഗ്രേഡ് ഉയർത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് തുടങ്ങി ഇന്ന് പൗരത്വ ഭേദഗതി നിയമത്തിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കിയത്. അത് നിരാകരിക്കാൻ അനിൽകുമാർ സാധിച്ചില്ലെങ്കിൽ അനിൽകുമാർ എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഇരിക്കുന്നത്? എന്ത് കമ്മ്യൂണിസ്റ്റാണ് അനിൽകുമാർ അതിലുള്ളത്? TVയിലൊക്കെ ഒന്നൊരു ചർച്ച വന്ന് എല്ലാവരെയൊക്കെ എതിർക്കാനൊക്കെ പറ്റും. പക്ഷേ ആ പറയുന്നൊരു നൈതിക ബോധം വേണ്ടേ? ഈ നേരിട്ട് അജിംസ് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇത് കേരള തെരഞ്ഞെടുപ്പിനപ്പുറം ആപൽക്കരമായ രാഷ്ട്രീയത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. കാര്യം കേരളത്തിൽ ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം, ഇസ്ലാമോഫോബിക് രാഷ്ട്രീയം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ആസൂത്രിതമായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യ ഭരിക്കുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുദിനം എന്നോണം മുസ്ലിം വിരുദ്ധ പ്രചരിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷമല്ലേ, മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് ഇരിക്കല്ലേ, എന്ത് കുന്തം ചെയ്തിട്ടുണ്ട്? ഒരു ചുക്കും ചെയ്യുന്നില്ല, പറയാൻ ധൈര്യം പോലും ഇല്ല. ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ആർജവും ഇല്ല, അനിൽകുമാറും ഇല്ല ആർജവും. അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അനുദിനം എന്നോടെ ഇസ്ലാം ഭീതി, മുസ്ലിം ഭീതി വളർത്തിക്കൊണ്ടാണ്, ഗ്രേഡ് ഉയർത്താണ്. അനിൽകുമാർ പറഞ്ഞതിനാണ് മറുപടി. കാര്യം ഇടതുപക്ഷമാണ് മറുപടി കൊടുക്കേണ്ടത്. കാര്യം അപ്പോഴും KM ഷാജിയുടെ കാര്യമാണ് ഉയർത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബേസിക്കലി ഇവിടെ ഉന്നയിക്കുന്ന മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം AK ബാലൻ പറഞ്ഞ കാര്യം ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും. അങ്ങനെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് ഹിന്ദു ധ്രുവീകരണം നടത്തുന്ന എന്ത് ആപൽക്കാര രാഷ്ട്രീയം. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ BJPയുടെ രാഷ്ട്രീയ പ്രത്യശാസ്ത്രത്തിന് അടിത്തറ ഉണ്ടാക്കി കൊടുക്കുകയാണ്. BJPയെ സംബന്ധിച്ചോളം, ആരെ സംബന്ധിച്ചോളം
അവർക്ക് ക്രമേണ അധികാരത്തിൽ വന്നാൽ മതി. അവർക്ക് സാമൂഹ്യ അധികാരം തന്നെയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയത്തിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വവും ഇടതുപക്ഷത്തിന് ടി വിയിൽ വരുന്നവരും അതിനെ നിരാകരിക്കാനും അക്കമിട്ട് എതിർക്കാനും അതിനോട് സന്ധിയില്ലാത്ത സമരം ചെയ്യാൻ സാധിക്കുന്നവർക്ക് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹിന്ദു ധ്രുവീകരണം നടത്താൻ സാധിക്കണം? അതിൻ്റെ ഭാഗത്ത് ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എനിക്ക് സതീശനപ്പുറം നമ്മൾ കാര്യങ്ങൾ കാണണം. സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഈ സാമുദായിക സംഘടനയെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. കാരണം ചരിത്രപരമായിട്ട് രണ്ട് സംഘടനകളും, പ്രത്യേകിച്ച് SNDP ആണെങ്കിൽ വിപ്ലവകരമായ ദൗത്യം നിർവഹിച്ചു, NSS ആണെങ്കിൽ സാമുദായിക പരിഷ്കരണ ദൗത്യം നിർവഹിച്ചു. ആ ദൗത്യം നിർവഹണം കഴിഞ്ഞു. ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദ ഗ്രൂപ്പാണ്. അതിനൊരു ഒരു മറ്റു തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള അംഗീകാരമൊന്നും നിലനിൽക്കുന്നില്ല. സമുദായ അംഗങ്ങൾക്കിടയിലും അതിൻ്റെ സ്വാധീനം താരതമ്യേന ദുർബലമാണ്. ഇന്ന് നിൽക്കുന്ന പ്രഷർ ഗ്രൂപ്പ് നിലയ്ക്ക് അവരുടെ ചില സോഷ്യൽ ആൻറ്റർപ്രണർഷിപ്പ് ഉണ്ട്, സ്കൂൾ വിദ്യാഭ്യാസം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായിട്ട് സർക്കാർ നീക്കുപോയി നടത്താനും സ്വന്തം കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണത്. അതിലപ്പുറത്ത് ഒരു ദൗത്യം അവർക്കില്ല. അതിനെ പേടിച്ചാണോ സഹകരണ സമുദായങ്ങൾ വോട്ട്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവരുടെ റിസൾട്ട് വലുതുണ്ടാക്കേണ്ടതായിരുന്നല്ലോ, സതീശനെതിരായിരുന്നല്ലോ, കോൺഗ്രസിനെതിരെ എന്ത് കുന്നുണ്ടാക്കി? അപ്പോൾ അതല്ല ഇവർ സൃഷ്ടിക്കുന്ന. അപ്പോൾ ഈ ഫ്യൂഡൽ മാടമ്പിമാർ, അങ്ങനെ തന്നെ ഈ ഫ്യൂഡൽ മാടമ്പിയാർ വിചാരം എന്തറിയോ, അവരുടെ വീടുകളിൽ പോയി തിണ്ണതരങ്ങണം. VN വാസവൻ പോകുന്നുണ്ട്, അവിടെ നമ്മൾ കണ്ടതാണ്. അതുപോലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും. അപ്പോൾ നാളത്തെ മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ള ഒരാൾ അവിടെ പോയി തിണ്ണതരങ്ങെന്ന് പറഞ്ഞാൽ അവരെ അതാണ് ഈ ഫ്യൂഡൽ തമ്പരാക്കന്മാർ. അവർ ജീവിക്കുന്നത് പഴയ, ഇന്ന് നമുക്കറിയാം ഈ സാമൂഹ്യ ദൗത്യം, അവരുടെ വിപ്ലവ ദൗത്യമൊക്കെ മാറ്റി ഇന്ന് അവർ ചെയ്യുന്നുണ്ട്. ഈ ആചാര സംരക്ഷണം പോലെ സമൂഹത്തെ പിന്നോട്ടടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന രണ്ട് സംഘടനകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചാൽ അവരുടെ കാൽ കീഴിൽ നിൽക്കുന്ന നേതൃത്വമാണ് അവർക്ക് വേണ്ടത്. ഞാൻ വിചാരിക്കുന്ന പിണറായി വിജയൻ അവരുടെ ആചാര സംരക്ഷണ ബില്ലുണ്ടാക്കാൻ പോവാണ് UDF. അല്ല, എന്നിട്ടും എതിർപ്പാണ്. തീർച്ചയായിട്ടും അതൊക്കെ എതിർക്കപ്പെടേണ്ട കാര്യമാണ്. അതൊക്കെ സമയത്ത് അത് നമ്മുടെ UDFൻ്റെ സാമൂഹ്യ ഘടനയെക്കുറിച്ച് വ്യവസ്ഥ ആലോചിക്കേണ്ടതുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നില്ല പിണറായി വിജയൻ അവരുടെ കാൽ കീഴിൽ പോയി. അതും കൂടി പറയണമല്ലോ, പിണറായി വിജയൻ ഈ സാമുദായിക സംഘടന നേതാക്കളുടെ കാൽ കീഴിൽ പോയി കിടക്കുന്ന ആളാണെന്ന് എനിക്ക് അഭിപ്രായമില്ല, എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ആ സംഘടനകളോട് പുലർത്തേണ്ട ഒരു സമീപനമുണ്ട്. അത് പുലർത്താതെ ഒത്താശ എന്നൊരു VN വാസവൻ്റെ രാഷ്ട്രീയമല്ല CPM-നും ഇടതുപക്ഷത്തെയും ഗവേൺ ചെയ്യേണ്ട. അത് ഒരു കോട്ടയത്തുള്ള ഒരു മധ്യതിരുവിതാംകൂറിലെ ചില ജാതി രാഷ്ട്രീയത്തിൻ്റെ ചില സ്വാധീനങ്ങളായിരിക്കും. അതല്ല കേരളം. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്മുടെ മലപ്പുറത്തെ മുസ്ലിം പെൺകുട്ടികളെ തട്ടഴിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലുണ്ടായത്. അത്തരം വിവരക്കേടുകളല്ല കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വിധ്വംസകമായിട്ടുള്ള വിദ്വേഷജനകമായ പ്രസ്ഥാനം ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനത്ത് പോലും ഇങ്ങനെ തോന്നില്ല. അതിനെതിരെ ശക്തമായി നിലപാടെടുക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? ഈ തെരഞ്ഞെടുപ്പ് എന്നൊരു ഈ കടമ്പ കടക്കാൻ വേണ്ടി അതിൽ ദയനീയമായി പരാജയപ്പെടുമെന്നോ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ വികസനം മാത്രം പോരാ, ഈ ധ്രുവീകരണം കൊണ്ട് മാത്രം സാധിക്കുന്നത് വളരെ തെറ്റായ പിന്തിരിപ്പൻ പ്രതിലോമകരമായ വിചാരത്തിൽ നിന്നാണ് ഈ ഡിഫൻസ് ഇല്ലാതിരിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം, കേരള പൊതുസമൂഹത്തെ, കേരള സമൂഹത്തെ സംബന്ധിച്ചോളം, കേരള സിവിൽ സമൂഹത്തിനും നമ്മുടെ സാമ്പത്തിക ജീവിതം, നമ്മുടെ സാംസ്കാരിക ജീവിതം എല്ലാം ഇടകലർന്ന ജീവിതം. അവർക്ക് വെള്ളാപ്പള്ളിക്കപ്പുറം, അവർക്ക് NS-നപ്പുറം, അവർക്ക് അനിൽകുമാറിനപ്പുറം, അവർക്ക് CPM-നപ്പുറം, അവർക്ക് പിണറായി വിജയനപ്പുറം, അവർക്ക് സതീശനപ്പുറം ചിന്തിക്കേണ്ടതുണ്ട്. അവർക്ക് ജീവിക്കേണ്ട വരും കാലങ്ങളിലാണ് ഈ തെരഞ്ഞെടുപ്പല്ല അവരെ സംബന്ധിച്ചുള്ള നിർണായകം. അവർക്ക് വരും കാലങ്ങളിൽ ജീവിക്കണം. ആ ഭാവി കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ആപൽക്കരമായ പ്രസ്താവന കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകത്തിനും കേരളം ഇത്രയും കാലം പിന്തുണ സാംസ്കാരിക ജീവിതത്തിനും എതിരാണ്. അതങ്ങനെ തന്നെ പറയണം. അങ്ങനത്തെ നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കേണ്ട, എതിർക്കപ്പെടേണ്ടതാണ്. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്ന CPM അതിൻ്റെ അകത്ത് അതിൻ്റെ സമുന്നതരായ നേതാക്കൾ, കേന്ദ്ര നേതൃത്വം ആയിക്കോട്ടെ, അവരെ എതിർക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീ മുഹമ്മദ് ഹനീഫ, ഇവിടെ മുസ്ലിം ലീഗാണ് വീണ്ടും ഒരു പ്രശ്ന വിഷയമായി ഉയർന്നു വരുന്നത്. അതിൽ അനിൽകുമാർ ചൂണ്ടിക്കാട്ടുന്ന KM ഷാജിയുടെ പ്രസംഗം മുതൽ ഈ NSS-നെയും SNDP-യും തമ്മിൽ തല്ലിച്ചത് ലീഗാണ് എന്ന് വരെ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ അത് പറഞ്ഞു വയ്ക്കുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, അത് വിശദീകരിക്കുന്നില്ല വെള്ളാപ്പള്ളി. പക്ഷേ അത് വളരെ കൃത്യമായി വിശദീകരിക്കുന്നത് സുകുമാരൻ നായരാണ്. സുകുമാരൻ നായർ എന്താ പറയുന്നത്? എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി മുസ്ലിം ലീഗിനെതിരെ തിരിയുന്നത്? കാരണം സംവരണം എന്ന വിഷയം ഉയർത്തിപ്പിടിക്കുന്ന ഒരേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അത് മാത്രമാണ്. അതുകൊണ്ട് അതിനെ എതിർസ്ഥാനത്ത് നിർത്തുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അത് മുസ്ലിം ലീഗ് വിരുദ്ധമോ മുസ്ലിം വിരുദ്ധമോ അല്ല എന്നാണ് സുകുമാരൻ നായർ വിശദീകരിക്കുന്നത്. നോക്കുക, സംവരണം എന്ന വിഷയം ഏറ്റവും ശക്തമായി ഉന്നയിച്ച ഒരു സമുദായ സംഘടനയാണ് SNDP. അവർ മറ്റ് സംവരണ സമുദായങ്ങളോടൊപ്പം സമരം ചെയ്തതാണ്. അപ്പോൾ അതിനെ തകർത്തത്, അതായത് NSS-ഉം SNDP-യും തമ്മിലുള്ള ഐക്യത്തെ തകർത്തത് ആ സംവരണ സമരമാണെന്ന് പറഞ്ഞു വയ്ക്കുന്നു വെള്ളാപ്പള്ളി തന്നെ സംവരണത്തെ തള്ളി പറയുന്നു. മറുവശത്ത് 2017 നാട്ടകം ഗസ്റ്റ് ഹൗസിൽ ഈ സുകുമാരൻ നായരും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ആ കൂടിക്കാഴ്ച ഒരുക്കിയത് മന്ത്രി VN വാസവനാണ്. അതിനുശേഷം ഏതാണ്ട് 1.5 വർഷത്തിന് ശേഷമാണ് ദേവസ്വം ബോർഡിൽ മുന്നാക്ക സംവരണം ഏർപ്പെടുത്തുന്നത്. അപ്പോൾ അത് പിന്നീട് അഖിലേന്ത്യാ തലത്തിൽ മോദി സർക്കാർ നടപ്പാക്കുകയും ചെയ്തു. അപ്പോൾ SNDP സംവരണം കൈയൊഴിഞ്ഞു കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് സംവരണമൊന്നും ആവശ്യമില്ല എന്ന ഒരു നിലപാടിലെത്തി എന്ന് NSS-ന് മനസ്സിലായി. പിന്നെയുള്ള ആകെ ശല്യം ലീഗാണ്. അപ്പോൾ ലീഗിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒരു വളരെ ലളിതമായ സമവാക്യമാണോ ഇത്? അതെ, ഇത് വളരെ ലളിതം എന്ന് പറയാൻ കഴിയാത്തൊരു സമവാക്യം. അത് വളരെ ഇത് ഒരു വലിയൊരു മാസ്റ്റർ പ്ലാനാണ്.
യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞ എല്ലാ ഘടകങ്ങളുടെ ബാധകങ്ങളും ഞാൻ ഓരോന്നായി അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു വിശദീകരണം നൽകാം. ഇപ്പോൾ ഇവിടെ തുടക്കത്തിൽ തന്നെ അനിൽകുമാർ CPM-ൻ്റെ പ്രമുഖ സൈദ്ധാന്തികനായിട്ടുള്ള അനിൽകുമാർ പറഞ്ഞ 2-3 കാര്യങ്ങൾ, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, KM ഷാജി പിന്നെ മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് ഭരണം പിടിക്കാൻ പോകുന്നതെന്ന് ഒരു പ്രസ്താവന അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല. അതൊരു വിരുദ്ധമായ പ്രസ്താവനയാണ്. രണ്ടാമത് പിന്നെ ഈ 33 രണ്ടാമത് KM ഷാജിയുടെ തന്നെ കാര്യത്തിൽ അദ്ദേഹം വർഗീയ പ്രസ്താവനയോ അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗമോ നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സ്ഥാനനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴാണ് MLA സ്ഥാനം പോയത്. അഴീക്കോട് മണ്ഡലത്തിൽ തോറ്റപ്പോഴാണ്. അദ്ദേഹത്തിന് MLA സ്ഥാനമൊന്നും അതിൻ്റെ പേരിൽ അയോഗ്യത ഒന്നും എവിടെയും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മറ്റൊരു കേസാണ്. ആ കേസിൽ അദ്ദേഹത്തിന് അനുകൂലമായ വിധി വരികയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, പിന്നെ 33 സ്കൂളുകൾക്ക് 2011 ഗവൺമെൻറ് മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി 33 എയ്ഡഡ് സ്കൂളുകൾക്ക് അംഗീകാരം നൽകിയെന്ന് പറയുന്നുണ്ട്. അത് AIP എന്ന ഏരിയ ഇൻറ്റൻസീവ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഒരു സർക്കാർ പദ്ധതിയുടെ ഭാഗമായി കിട്ടിയ സ്കൂളുകളാണ്. അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ എയ്ഡഡ് പദവി കൊടുത്ത് അതിൽ ഒരു 3/4 പങ്കു LP സ്കൂളുകളാണ്. LP സ്കൂളുകൾ പിന്നെ 1, 2, 3 പിന്നെ മലപ്പുറം ജില്ലയിലും പരിസരത്ത് അത് മുസ്ലിം സമുദായത്തിന് മാത്രം കൊടുത്ത ഒരു സ്കൂളാണ്. അങ്ങനെ പല സമുദായങ്ങൾക്കും, പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ, പിന്നോക്ക മേഖലകളിൽ ചില പ്രദേശങ്ങളെ കണക്കാക്കി, ചില സമുദായങ്ങളെ കണക്കാക്കിയൊക്കെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി അങ്ങനെയുള്ള പല പ്രോജക്റ്റുകൾ വന്നിട്ടുണ്ട്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് AIP എന്ന പദ്ധതി. ആ പദ്ധതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് പിന്നെ മുസ്ലിം ലീഗ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. മുസ്ലിം ലീഗ് ആണ് ഈ പിന്നെ വെള്ളാപ്പള്ളിയുടെ SNDP-യും NSS-ഉം തമ്മിലുള്ള തെറ്റിച്ചത് എന്ന് പറയുന്നത്. 2011 ഗവൺമെൻറ് 72 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടുകൂടി 2011 ഗവൺമെൻറ് വന്ന പിറ്റേ ദിവസം ഈ സുകുമാരൻ നായരുടെ ഒരു പ്രസ്താവനയുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സമദൂരം വിട്ട് ശരി ദൂരം കണ്ടെത്തുകയായിരുന്നു എന്നാണ്. ദേശാഭിമാനി പത്രത്തിൽ പിറ്റേ ദിവസവും അല്ലെങ്കിൽ ഏത് പത്രം എടുത്തു നോക്കിയാലും NSS പിന്നെ ജനറൽ സെക്രട്ടറി പ്രസ്താവന നിങ്ങൾക്ക് കാണാം. 2011 തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ്. ഞങ്ങൾ സമദൂരം വിട്ട് ശരി ദൂരം കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ്റെ ഒരു ഘട്ടത്തിലും ഞങ്ങൾ പിന്നെ NSS UDF-നെ പിന്തുണയ്ക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അധികാരത്തിൽ വന്നു എന്ന് കണ്ട നിമിഷം അദ്ദേഹം പറഞ്ഞ വാചകമാണ്. അത് എനിക്ക് അന്നും ഓർമ്മയുണ്ട്, ഇന്നും ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. പിന്നെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെയുള്ള സംവരണം പോലെയുള്ള പ്രശ്നം, SNDP-ക്ക് അങ്ങനെ മഹത്തായ ഒരു ചരിത്രമുണ്ട്. അതൊരു സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനമാണ്. മുൻപ് തന്നെ ഇപ്പോൾ 1990-കളിലൊക്കെ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ ചർച്ചകൾ സംവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലത്തും അതിനു മുമ്പ് മുസ്ലിം ലീഗ് ഇടക്കാലത്ത് മുന്നണി വിട്ടപ്പോഴൊക്കെ SNDP-യുമായി കൂടിച്ചേർന്നുകൊണ്ടാണ് ഇവിടെ സംവരണ സമുദായ മുന്നണി ഉണ്ടാകുന്നതും സംവരണത്തിന് വേണ്ടിയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ നടക്കുന്നത്. അന്ന് AS പ്രതാപ് സിംഗിനെ പോലെയുള്ള MK രാഘവൻ സാറിനെ പോലെയുള്ള വലിയ പ്രമുഖരായ നേതാക്കൾ അന്ന് മുസ്ലിം ലീഗുമായി ചേർന്നുകൊണ്ടാണ് സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള മുന്നണികൾ രൂപീകരിച്ചത്. ആ ചരിത്രത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. ഇപ്പം താങ്കൾ ശരിയാമിത് സൂചിപ്പിച്ച പോലെ NSS-ൻ്റെ അജണ്ട എന്നത് രണ്ടാണ്. ഒന്ന്, ഈ ഗവൺമെൻറ് എങ്ങാനും വരികയാണെങ്കിൽ അതിൽ അധികാരത്തിന് വേണ്ടിയുള്ള വിലപേശലാണ് നടത്തുന്നത്. ആ അധികാരത്തിന് വിലപേശുന്നതിനോടൊപ്പം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പൂർണ്ണമായി വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റിലേക്ക് അദ്ദേഹത്തിൻ്റെ പങ്ക് കൂടി നിർവഹിക്കുകയാണ്. നമുക്ക് താങ്കൾ സൂചിപ്പിച്ച പോലെ SNDP ഈ സംവരണ വിരുദ്ധ പ്രസ്ഥാനമായി കേരളത്തിൽ മാറിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചുള്ള അവരുടെ തന്നെ ഒരു മനസ്സിലാക്കൽ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ആ നേതൃത്വത്തിലുള്ള വിഭാഗത്തിൻ്റെ മനസ്സിലാക്കൽ NSS അല്ലെങ്കിൽ SNDP വിഭാഗത്തിന് അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന് കേരളത്തിൽ ഇനി സംവരണം ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്ക് അവരെത്തിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് സർവീസ് മേഖലയിൽ അവർ സ്വയം പര്യാപ്തമായി കഴിഞ്ഞു എന്നൊരു ധാരണയിൽ അവരെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ NSS-നെ സംബന്ധിച്ചുള്ള സംവരണത്തെ എതിർക്കുക അതിനെ സംവരണത്തിന് വേണ്ടി, സാമുദായിക സംവരണത്തിന് വേണ്ടി ഇന്നും നിലകൊള്ളുന്ന കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ മുസ്ലിം ലീഗ് ഒറ്റ തിരിച്ച് കാണുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചത് ശരിയാണ്. ശ്രീ അനിൽകുമാർ, വെള്ളാപ്പള്ളി പറയുന്ന വർഗീയ പരാമർശങ്ങളെ തള്ളിപ്പറയാൻ CPM തയ്യാറല്ല. ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം സജി ചെറിയാൻ അദ്ദേഹം പറഞ്ഞതിൻ്റെ പാരഡി തന്നെയാണ്. പക്ഷേ ഇത് ഒരു അവസാന ശ്രമം എന്ന നിലയിൽ ഒരു ധ്രുവീകരണമാണ് എന്ന് പലരും ചൂണ്ടിക്കാട്ടിയിട്ടും വെള്ളാപ്പള്ളി തിരുത്താൻ തയ്യാറല്ല. വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ വിദ്വേഷ പ്രചാരണത്തിൻ്റെ ഡിഗ്രി ഓരോ ദിവസവും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളാകട്ടെ അതിന് താലപ്പൊലിയേന്തി അതിന് പിന്നണി പാടുന്നു. വെള്ളാപ്പള്ളി എന്ത് പറയുന്നു അതിന് പിന്നണിയാണ് അനിൽകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി പറയുന്നത് അങ്ങനെയല്ല, എങ്ങനെയാണ് അവർ ലീഗിനെതിരാണ്, സമുദായത്തിനെതിരെയല്ല എന്നൊക്കെ പറയുമ്പോൾ അത് പറയുന്ന വെള്ളാപ്പള്ളി തന്നെ മുസ്ലിം സമുദായത്തിനെതിരെ വിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓൺ ദി ഗോ പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു ധ്രുവീകരണം, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ നിങ്ങൾ പറയുന്ന ധ്രുവീകരണം കൊണ്ട് ജനങ്ങൾ
ഒറ്റക്കെട്ടായി CPM LDF മൂന്നാം ഭരണം തരും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി? അപ്പോൾ നിങ്ങൾ മൂന്നാളും ആങ്കറോട് കൂടി ഒരു പ്രയോഗം ഇപ്പോൾ 25 മിനിറ്റ് ഒരുമിച്ച് നടത്തി കഴിഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു അവസരം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ചാനലിൽ വന്നത്. അങ്ങനെ വരേണ്ട കാര്യമില്ലായിരുന്നു എന്ന് തോന്നുന്ന വിധത്തിലാണ് നിങ്ങളിപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ തുറന്നു പറയുകയാണ്. 2, ഈ പാരഡിയോടുള്ള നിങ്ങളുടെ ആ കമ്പം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. അതിപ്പോൾ പാടിപ്പാടി സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൂടെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാരഡിയൊന്നും ഇനി അധികം പാടാൻ പോകുന്നില്ല കേരളത്തിലെ UDF. കൊണ്ട് നമുക്ക് പാരഡി പൂരം നടത്താം. തിരൂരിലെ മുസ്ലിം ലീഗാണല്ലോ അയ്യപ്പൻ്റെ പേരിൽ പാരഡി പാട്ടുമായിട്ട് ഇറങ്ങിയത്. കുഞ്ഞബ്ദുള്ളയുടെ പാട്ട് അതൊന്നുകൂടെ പാടി നോക്കാം. പാരഡിയൊക്കെ അവിടെ ഇരിക്കട്ടെ. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മതവിരുദ്ധ പാർട്ടിയാക്കുക അത് പുതിയ കാര്യമല്ല കേട്ടോ. ഞങ്ങൾ കത്തോലിക്കർക്കെതിരാണ് എന്ന് ഞങ്ങൾ എത്ര കാലം മുമ്പ് കേൾക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്ന കാലത്ത്. RSS ആണെങ്കിൽ ഞങ്ങൾ ഹിന്ദുക്കൾക്കെതിരാണ്. പിന്നെ മുസ്ലിം ലീഗ് ആണെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരാണ്. പിന്നെ ഞങ്ങൾ ആരുടെ കൂടെയാണ് ഉള്ളത്? ഞങ്ങളുടെ ആരാ ഉള്ളത്? ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിൽ CPIM-നും ഇടതുപക്ഷ ജനാധിപത്യമുന്നണിക്കും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ജില്ല മലപ്പുറമാണ്. കേരളത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 84 ലക്ഷം വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും കുറവ് വോട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 18 ലക്ഷം വോട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ലോക്സഭയേക്കാൾ 18 ലക്ഷം വോട്ട് വർദ്ധിച്ച് ഞങ്ങൾ 84 ലക്ഷത്തിലെത്തി. UDF-ന് 90 ലക്ഷം വോട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ 90 ലക്ഷം വോട്ടുണ്ട്. ഞങ്ങളെക്കാൾ 6 ലക്ഷം 7 ലക്ഷം വോട്ട് കൂടുതലാണ്. പക്ഷെ നിങ്ങളുടെ കൂടുതലിൻ്റെ കുഴപ്പം എന്താണ്? അത് മലപ്പുറം ജില്ലയിലാണ് 6 ലക്ഷം വോട്ടും വർദ്ധിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കെതിരായി 6 ലക്ഷം വോട്ട് കൂടുതൽ. എന്നിട്ട് ഞങ്ങൾ പറയാം 9,60,000 വോട്ടാണ് തദ്ദേശത്തിൽ ഞങ്ങൾക്കവിടെ ഉള്ളത്. ജില്ലാ പഞ്ചായത്തിൽ അവിടെ പ്രതിപക്ഷം ഇല്ലാത്ത ജില്ലാ പഞ്ചായത്താണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കിട്ടിയ മറ്റ് ജില്ലകളെക്കാൾ എല്ലാം കൂടുതൽ വോട്ട് കണ്ണൂർ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ പ്രത്യേക മതവിഭാഗക്കാരാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരാണ്, ഇല്ലെങ്കിൽ ആ മതത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിരാണ് എന്നൊരാഖ്യാനവും ആരുന്നയിച്ചാലും ഞങ്ങൾ തലകുനിക്കില്ല. കാന്തപുരം അദ്ദേഹം പങ്കെടുത്ത അദ്ദേഹത്തിൻ്റെ ജാഥയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയല്ലോ, 6 ലക്ഷം പേർക്ക് വീട് കൊടുത്താൽ ഒരു 1.5 ലക്ഷം വരുന്നത് ഒരു സമുദായത്തിനാവുമല്ലോ. അത് സമുദായം നോക്കിയിട്ടാണോ? പാവപ്പെട്ടവനെ നോക്കിയിട്ടല്ലേ. മുസ്ലിം ലീഗ് ഇസ്ലാം മതത്തിലെ പാവപ്പെട്ടവന് വേണ്ടിയല്ല, പണക്കാരന് വേണ്ടി കച്ചവടം നടത്തുന്നു, കച്ചവട രാഷ്ട്രീയം നടത്തുന്നു. ഇതാണ് CPM-ൻ്റെ നയം. അതുകൊണ്ട് ഞങ്ങൾ കച്ചവട രാഷ്ട്രീയത്തെ എതിർക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ കച്ചവടം കേരളത്തിൽ സമ്മതിക്കില്ല. അതാണ് പ്രശ്നം. ഇവിടെ ഞാനൊരു കാര്യം പറയാം. ഞാൻ ബഹുമാനപ്പെട്ട അജിംസിൻ്റെ ശ്രദ്ധയിലൊരു കാര്യം പെടുത്താം. മാതൃഭൂമി പത്രത്തിൽ മിനിങ്ങാന്നൊരു ലേഖനം വന്നു. അതിലവർ പറയുന്നത് SIR നിർബന്ധപൂർവ്വം നടപ്പാക്കുന്നത്, കേരളത്തിൽ നടപ്പിലാക്കുന്നത് മുസ്ലിമിനെ ഒഴിവാക്കാനാണ് എന്ന പഴി CPM കേൾക്കേണ്ടി വന്നു. മാതൃഭൂമി റിപ്പോർട്ട് ചെയ്താണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഞങ്ങളെ എങ്ങനെയാണ് മലപ്പുറത്ത് പ്രതിപക്ഷം അല്ലാതാക്കിയത്? പ്രതിപക്ഷം ഇല്ലാത്തൊരു മലപ്പുറം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? SIR നടപ്പാക്കുന്ന പിണറായി വിജയനാണ് മുസ്ലിമിനെ ഒഴിവാക്കാനാണെന്ന് മുസ്ലിം ലീഗ് പ്രചരിപ്പിച്ചു. അതിൻ്റെ വീഡിയോകൾ ലഭ്യമാണ്. ഇത് നടപ്പാക്കിയ കേരളത്തിലാണ് മീഡിയ വൺ അയ്യോ ഞെട്ടിപ്പോയി, ഞങ്ങൾ ഞെട്ടിപ്പോയി, ഇതാ ഇവിടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. ഇല്ല അനിൽകുമാർ, വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലാണെങ്കിൽ മീഡിയ വണ്ണിന് പ്രത്യേകിച്ച് ഞെട്ടലൊന്നുമില്ല. ഞെട്ടാൻ തുടങ്ങിയിട്ട് കുറേ ദിവസം എപ്പോഴും ഞെട്ടണ്ടല്ലോ എന്ന് ഞാൻ ആദ്യം ചോദിച്ചത്. ഇപ്പം ഞെട്ടലില്ല അങ്ങനെ. പക്ഷെ അതിൽ നിലപാടുണ്ടാവണം. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പാർട്ടിക്ക് നിലപാടുണ്ടാകണം. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പാർട്ടിക്ക് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വർഗീയതയാണോ അല്ലയോ എന്ന് പറയാൻ കഴിയണം. അത് പറയാൻ കഴിയാത്തത് നിങ്ങളുടെ നിസ്സഹായതയാണ്. ഞങ്ങൾക്ക് നിലപാടുണ്ട്. ഒരു വർഗീയതയോടും സന്ധിയില്ല. വെള്ളാപ്പള്ളിയുടെ വർഗീയതയാണോ? ഒരു വർഗീയതയോട് സന്ധി ചെയ്യണ്ട. വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞത് വർഗീയതയാണോ അനിൽകുമാർ? അത് പറഞ്ഞാൽ മതി. നിങ്ങൾ ഒരു വർഗീയതയോട് സന്ധി ചെയ്യരുത് എന്നാണ് പറയുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞത് വർഗീയതയാണോ? അല്ലേ? ദയവായി കേൾക്കൂ. നിങ്ങൾ എപ്പോഴും വെള്ളാപ്പള്ളി എന്ന് മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ വർഗീയത പ്രചരിപ്പിക്കുന്നവരെ നിങ്ങൾ പിന്തുണയ്ക്കുന്നു. ഇല്ല, വർഗീയത പറയുന്നവരെ പ്രചരിപ്പിക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നു, പിന്തുണയ്ക്കുന്നു നിങ്ങളാണ്. നിങ്ങളുടെ മന്ത്രിയാണ്, സജി ചെറിയാനാണ്. വെള്ളാപ്പള്ളി വാർത്താ സമ്മേളനം നടത്തി മണിക്കൂറുകൾക്ക് സജി ചെറിയാൻ അദ്ദേഹം പറഞ്ഞത് പാരഡി മാറുകയാണ്. അത് നിങ്ങളിങ്ങനെ കുത്തി അല്ലല്ല, ഇത്
ചോദ്യം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിങ്ങളുടെ വർഗീയത ഞങ്ങളുടെ തലയെ കയറ്റാനല്ലേ ഈ പണി നടത്തുന്നത്? അല്ല അനിൽകുമാർ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പച്ച വർഗീയതയാണ് എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, തീർന്നു. അതെ, ആദ്യം ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. ഈ കേരളത്തിനകത്ത് ഏറ്റവും പച്ച വർഗീയത പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ്. അത് എന്ന് മുതലാണ് അനിൽകുമാർ? 1967 അവർ വർഗീയത പ്രചരിപ്പിച്ചവരായിരുന്നു. ഞാൻ പറയട്ടെ സാർ, അത് ഞാൻ ചോദിക്കട്ടെ. മുസ്ലിം ലീഗ് വർഗീയത പ്രചരിപ്പിക്കുന്നവരാണ്. 1967 അവർ വർഗീയത പ്രചരിപ്പിക്കുന്നവരായിരുന്നോ? നീ അങ്ങോട്ട് പറഞ്ഞോട്ടെ, അങ്ങോട്ട് പറഞ്ഞോട്ടെ. നിങ്ങൾ പറയാൻ അവസരം തരുന്നുണ്ടോ? പറഞ്ഞോളൂ. ഒട്ടൊക്കെ ഞാൻ പറയാം, അല്ലെ പിന്നെ നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കുക. എന്ന് മുതലാണ് എന്നാണ് ചോദ്യം. മുസ്ലിം ലീഗ് എന്ന് മുതലാണ് വർഗീയ പാർട്ടിയായത് എന്നാണ് എന്റെ ചോദ്യം. യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി, ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയാം. ഇന്ത്യ രാജ്യത്ത് BJP ശക്തിപ്പെടുകയും ഹിന്ദുമത അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയമുണ്ടാക്കാൻ ഹിന്ദുത്വയുടെ പേരിൽ BJP ശ്രമിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കണമെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെ മാറ്റി നിർത്തണം എന്ന നയം CPIM 1986 അംഗീകരിച്ചു. അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ നയം ഒരു മതരാഷ്ട്രീയത്തോടും സന്ധി പാടില്ല എന്നാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മുന്നണിയിൽ ഒരു മതരാഷ്ട്രീയക്കാരുമില്ല. ഉള്ളടക്കത്തിലും ഒരു മതത്തിന്റെ പേര് പറയുന്ന പാർട്ടിക്ക് ഒരു മത ഐഡന്റിറ്റിയും ഇല്ല അനിൽകുമാർ. നിങ്ങൾ 25 വർഷം അവരെ പുറത്തു നിർത്തിയിട്ടാണ് മുന്നണിയിലെടുത്തത്. ഇല്ലില്ല. അപ്പൊ അവിടുത്തെ പച്ചക്കൊടിയും ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ചന്ദ്രക്കലയും ഒക്കെ മറ്റെന്തോ പറയാൻ ആഗ്രഹിക്കുന്നു. പച്ചക്കൊടിയും ചന്ദ്രക്കലയും മറ്റെന്തോ ഐഡന്റിറ്റി ആയിരിക്കും. ലീഗിന്റേത് മാത്രം വർഗീയം. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. അങ്ങയുടെ സമാധാനത്തിന് എന്ത് വേണം പറയുക. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. BJPക്ക് എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് അധികാരം പാടില്ല? അത് മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു, വർഗീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു. കേരളത്തിൽ BJP വരാതിരിക്കണം എന്ത് ചെയ്യണം? അധികാരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗക്കാരുടെ രാഷ്ട്രീയ പാർട്ടികളെ മാറ്റി നിർത്തണം. അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെങ്കിൽ ആ വർഗീയ പാർട്ടിയാണെന്നുള്ള നിലപാട് കേരളത്തിൽ വാളയാർ അതിർത്തി വരെ മാത്രമുള്ള നിലപാടാണോ അതോ തമിഴ്നാട്ടിലും ഉത്തരേന്ത്യയിലും ഉണ്ടോ? അതെ, SIR മുസ്ലിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി അനിൽകുമാർ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്, അതുകൊണ്ട് 86 ഞങ്ങൾ എടുത്ത തീരുമാനമാണ് അവരെ മുന്നണിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് പറഞ്ഞു. അത് കേരളത്തിൽ മാത്രം എടുത്ത തീരുമാനമാണോ? വാളയാർ അതിർത്തിക്ക് അപ്പുറം ആ തീരുമാനമുണ്ടോ? കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. പിണറായി വിജയനാണ് മുസ്ലിങ്ങളെ ഒഴിവാക്കാൻ SIR നടപ്പാക്കുന്നുവെന്ന പച്ച വർഗീയത. അത് 86 അവർ പറഞ്ഞുകൊണ്ടാണോ അവരെ മാറ്റി നിർത്തിയത്? ഭാഗമായി നിങ്ങൾ 86 SIR മുൻനിർത്തി CPM-നെതിരെ അവർ പ്രചരിപ്പിച്ചതുകൊണ്ടാണോ ലീഗിനെ അന്ന് മാറ്റി നിർത്തിയത്? അത് കേരളത്തിൽ മാത്രം ആപ്ലിക്കബിൾ ആണോ എന്നാണ് ചോദ്യം. അവർ ഇപ്പൊ BJP വർഗീയ പാർട്ടിയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ അവർ വർഗീയ പാർട്ടിയാണ്. മുസ്ലിം ലീഗ് കേരളത്തിൽ മാത്രം വർഗീയം, തമിഴ്നാട്ടിൽ സെക്യുലർ, അങ്ങനെയാണോ നിലപാട് CPM-ന്റെ? ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി തമിഴ്നാട്ടിലും CPM-ന് ഒരു സഖ്യവുമില്ല. DMK ആണ് അവിടെ സഖ്യത്തിൽപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി അവിടെ നിൽക്കുമ്പോൾ അങ്ങീ പറയുന്നത് മലയാളത്തിൽ പറയുന്നത് കോയമ്പത്തൂരിൽ CPM-ന് വോട്ട് ചെയ്യുന്ന ആളുകൾ കേൾക്കണം. താല്പര്യമില്ല പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അല്ലല്ല, കോയമ്പത്തൂരിൽ മലയാളം മനസ്സിലാവുന്ന തമിഴ്നാട്ടുകാരുണ്ട്, അവർ വോട്ട് ചെയ്യുന്നുണ്ട് CPM-ന്. നിങ്ങളുടെ കെയർ ഓഫിലല്ല. മീഡിയ വണിലൂടെ CPM-ന് വോട്ട് ചെയ്യുന്ന ആളുകളെ അഭിസംബോധന ചെയ്യേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല. ശരി, CPM-ന് വോട്ട് ചെയ്യേണ്ടവര് 9,60,000 പേരെ അവിടെ വോട്ട് ചെയ്തു. ദാ പള്ളി കത്തിക്കുന്നേ ഓടുവായോ എന്ന് ഒരു ലീഗിന്റെ മെമ്പർ വിളിച്ചു പോകും. നിങ്ങൾ കേട്ടില്ലേ? ദാ പള്ളി തകർക്കുന്നേ ഓടിവായോ. മുസ്ലിം ലീഗിന്റെ ഒരു വനിതയുടെ ശബ്ദം നിങ്ങൾ കേൾപ്പിച്ചാ? ഈ കേരളത്തില് നിങ്ങളൊരു ചർച്ച നടത്തിയോ? അവർക്കെതിരെ കേസെടുത്തോ? മുസ്ലിം ലീഗ് കേരളത്തിൽ ചെയ്യുന്ന കാര്യത്തിൽ കേസെടുത്തല്ലോ. അതല്ലേ ശരി, നിങ്ങൾ ചർച്ച ചെയ്തോ? പ്രചാരണം നടത്തുന്നവർക്കെതിരെ കേസെടുത്ത് കഴിഞ്ഞാൽ ഒരു ചാനൽ ചർച്ച ചെയ്യില്ലെന്നേ. ശ്രീ അനിൽകുമാർ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്? വെള്ളാപ്പള്ളി കഴിഞ്ഞ 1.5 വർഷമായി തുടരുന്ന വർഗീയ വിദ്വേഷ പ്രചാരണത്തിനെതിരെ ഒരു FIR ഇടാൻ പിണറായി വിജയൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ അവർക്കെതിരെ കേസെടുത്തില്ലേ, പിന്നെന്ത് ചർച്ച? അതെ, ആദ്യം ഇതൊന്ന് കേൾക്കൂ. നിങ്ങളെപ്പോലൊരു ചാനല് നടത്തുന്ന നിങ്ങൾ ഒരു തവണയെങ്കിലും ആ പള്ളി തകർക്കുന്നു എന്ന് ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ്
മുസ്ലിം ലീഗ് ഭരിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തക പള്ളി പൊളിക്കുന്നു എന്ന വ്യാജ പ്രചാരണം നടത്തി വീഡിയോ പ്രചരിപ്പിച്ചാൽ അവർ കേസെടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും മീഡിയ മുന്നിൽ ചർച്ചയുണ്ടാവും. അതിലൊരു തർക്കവും വേണ്ട. അവർ ഭരിക്കട്ടെ, അവർ കേസെടുക്കാതിരിക്കട്ടെ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കാതെ അയാളെ സംരക്ഷിച്ച് അയാൾ പറയുന്നതിന് ടിപ്പണി പാടി പാരടി നടക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവരെയും ചോദ്യം ചെയ്യണം. അവരെ ചോദ്യം ചെയ്തിരിക്കും. ഞാൻ അതിലേക്ക് വരാം. ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ മുസ്ലിം ലീഗ് എന്നൊരു ഇപ്പോൾ ജോസഫ് സി മാത്യു രാഷ്ട്രീയ നിരീക്ഷകൻ ടെലിഫോണിലുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, ഓരോ തവണയും വെള്ളാപ്പള്ളി കൂടുതൽ രൂക്ഷമായ ഭാഷയിലാണ് വിദ്വേഷ പ്രചാരണം നടത്തുന്നത്. അദ്ദേഹം അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. തന്റെ നിലപാടിൽ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിന് ഒപ്പം തന്നെ സുകുമാരൻ നായർ പറയുന്നു അത് സംവരണത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു പാർട്ടിയായി മുസ്ലിം ലീഗ് നിൽക്കുന്നു. മുസ്ലിം സമുദായത്തിന്റെ താല്പര്യം സംവരണത്തിന് അനുകൂലമാണ്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി അത് പറയുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ ഇത് ആർക്ക് വേണ്ടിയാണ് ഈ പക്കമേളം? ശ്രീ ജോസഫ് സി മാത്യു. അജിംസെ, കേരളത്തിലെ മതേതരത്വ നിജേഷ് ഒരു നിമിഷം. ശ്രീ ജോസഫ് സി മാത്യു, ഞാൻ ചോദ്യം കേട്ടില്ല. അതായത് വെള്ളാപ്പള്ളി പറഞ്ഞത് മനസ്സിലാവാത്തത് കുറെ കൂടി ലളിതമായ ഭാഷയിൽ സുകുമാരൻ നായർ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞില്ലല്ലോ. സുകുമാരൻ നായർ വിശദീകരിക്കുന്നുണ്ട്. ചർച്ചയിലുണ്ടോ? അല്ല അജിംസെ, ജോസഫ് സി മാത്യു ചർച്ചയിലുണ്ടോ? അല്ല, അതേ ഇപ്പോൾ ടെലിഫോണിൽ ചർച്ചയിലുണ്ടോ? ശ്രീ ജോസഫ് സി മാത്യു, ചർച്ചയിലുണ്ടെങ്കിൽ എന്താ ഇദ്ദേഹത്തിന് അല്ലല്ല, അങ്ങനെ ചർച്ചയ്ക്ക് ഞങ്ങളെ വിളിക്കണ്ട. അങ്ങനെ ചർച്ചയ്ക്ക് ഞങ്ങളെ വിളിക്കണ്ട. ഇല്ലില്ല, അങ്ങനെ ചർച്ചയ്ക്ക് ഞങ്ങളെ വിളിക്കണ്ട. അല്ലല്ല, ഞങ്ങൾക്കൊരു തീരുമാനമുണ്ട്. അത് വേണ്ട. അല്ല, ആ തീരുമാനം ഞങ്ങൾ അറിയിച്ചിട്ടില്ല. ജോസഫ് സി മാത്യു ചർച്ചയിലുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പങ്കെടുക്കില്ല നമ്മൾ അറിയിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേണ്ട. അങ്ങനെ ഒന്നും നമുക്കറിയില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ 4 ആളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങേ ക്ഷണിക്കില്ലായിരുന്നു. അല്ല, ഞാനിപ്പോ അറിയിക്കുകയാണ്. ഇനി മുതൽ ശ്രീ ജോസഫ് സി മാത്യു തുടരുക പ്ലീസ്. ഇനി മുതൽ നോക്കണ്ട. നിങ്ങൾ ഇവിടെ ശ്രീ ജോസഫ് സി മാത്യു, നിങ്ങൾ എന്നോട് പറഞ്ഞ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള ആളുകൾ ഇതാണ്. നിങ്ങൾ എന്നെ എനിക്ക് ജോസഫ് സി മാത്യുവിനെ ക്ഷണിക്കാൻ പാടില്ല എന്ന തിട്ടൂരമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിയാൽ അത് അനുസരിക്കില്ല. ഇനി അങ്ങനെ നിങ്ങൾക്ക് തീരുമാനമുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കി ചെയ്യാൻ കഴിയൂ. ശ്രീ ജോസഫ് സി മാത്യു അങ്ങ് പറയും. നിങ്ങൾ ഇവിടെ എഴുതി തന്നത്, നിങ്ങൾ അയച്ചു തന്ന ആളുകൾ ഇതാണ്. ഈ നടക്കുന്ന ചർച്ചയോട് ജോസഫ് സി മാത്യുവിന്റെ പ്രതികരണം കാണിക്കാം. അങ്ങേക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയാം. അദ്ദേഹത്തെ ഇതാണ് ഞങ്ങൾ നിങ്ങളുടെ ജോസഫ് സി മാത്യുവിനെ വിളിച്ചേക്കില്ല. അങ്ങനെ തിട്ടൂർ ലഭിച്ചാൽ അനുസരിക്കാനും പോകുന്നില്ല. അദ്ദേഹത്തെ പറയാനും നിങ്ങളിപ്പോ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ഇതിപ്പോ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ഇത് വെച്ച് പക്ഷേ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ ബഹളം വെക്കല്ലേ ശ്രീ അനിൽകുമാർ പ്ലീസ്. അല്ലല്ല, മറുപടി ഒന്നുമില്ല. ഞങ്ങളെ ഒഴിവാക്കി തരൂ ദയവായി. അങ്ങ് പറയില്ല. അങ്ങേക്ക് അദ്ദേഹത്തെ കേൾക്കാൻ വൈകി എഴുന്നേറ്റ് പോകണം. അങ്ങേക്ക് ചർച്ച ബഹിഷ്കരിക്കുക ഒരു പ്രശ്നവുമില്ല. പക്ഷേ ജോസഫ് സി മാത്യു സംസാരിക്കാൻ പാടില്ല എന്ന് അങ്ങനെ പറയാൻ കഴിയും. നിങ്ങൾ വിളിക്കുമ്പോൾ വരാനും ഇപ്പോഴത്തെ തീരുമാനമാണ്. ഇപ്പോൾ ശമ്പളക്കാരാ പ്ലീസ്. നിങ്ങൾ വിളിക്കുമ്പോൾ വരാനും നിങ്ങൾ പറയുമ്പോ പോകാനും ഞങ്ങളുടെ ശമ്പളക്കാരാണോ? അല്ല, ഞാൻ നിയോഗിച്ചതാണ്. ഇപ്പൊ പറഞ്ഞു എഴുന്നേറ്റ് പോകാന്ന് പറഞ്ഞ പിന്നെ ആര് ക്ഷണിക്കപ്പെട്ടവരോ? ഞാൻ മൗനമായിട്ടിരിക്കണം. ഈ പറയുന്ന ആളുകളോ? ഇതാണ് മീഡിയയുടെ മാധ്യമ സംസ്കാരം. അതൊന്ന് മ്യൂട്ട് ചെയ്യൂ. ജോസഫ് സി മാധ്യമ സംസ്കാരം. ശരി, ജോസഫ് സി മാത്യു. അതായത് അജിംസ, ഇദ്ദേഹത്തിനെ പ്രകോപിപ്പിക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞാല് ഞാൻ അത് ആദ്യം പറയാം. ഇദ്ദേഹം ഇവിടെ വന്ന് പറയുന്ന കാര്യങ്ങൾ പലതും വസ്തുതാവിരുദ്ധമാണ്. 2011 തെരഞ്ഞെടുപ്പിൽ തുടർഭരണം കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ഇദ്ദേഹം ചോദിച്ചു. അതിന്റെ കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് പലർക്കും അറിയാം. പക്ഷെ ആ രാഷ്ട്രീയ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ സുകുമാരൻ നായർ കൊടുത്ത ബൈറ്റ് പരസ്യമായിട്ട് തന്നെ ഇവിടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. VS അച്യുതാനന്ദൻ വീണ്ടും മുഖ്യമന്ത്രിയാകാതിരിക്കാനുള്ള സമീപനം ഞങ്ങൾ സ്വീകരിച്ചുവെന്നും ആ വിവരം ഞങ്ങൾ നേരത്തെ തന്നെ വൈക്കം വിശ്വനെ ഉൾപ്പെടെയുള്ള CPMന്റെ നേതാക്കന്മാരെ അറിയിച്ചിരുന്നുവെന്നും പറഞ്ഞിരുന്നു. മനസ്സിലായോ? ആ വസ്തുത പാർട്ടിക്കകത്ത് വിശദമായി ചർച്ച നടന്ന വിഷയമാണ്. അതൊന്നും ശ്രീ അനിൽകുമാർ മറന്നുപോയിരിക്കാൻ ഇടയില്ല. മറന്നുപോയെങ്കിൽ ഇപ്പോൾ ഓർമ്മിക്കും. പക്ഷേ അതിന് പകരം
ഇത് മുസ്ലിം ലീഗിന്റെ എന്തോ കൂട്ടുകെട്ട് കൊണ്ട് സംഭവിച്ചതാണെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ കൊട്ടേഷൻ എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിം ലീഗ് UDF ഭാഗമായിട്ട് മത്സരിച്ച ഒരു കക്ഷിയാണ്. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്താണ്? ഞങ്ങൾ ഒരു പിന്നോക്ക മുന്നണി ഉണ്ടാക്കിയപ്പം അവർ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്ക് ചില അപ്പകഷ്ണങ്ങൾ കൂടുതൽ തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പരസ്യമായി ജനങ്ങളുടെ മുന്നിൽ ഒരു പിന്നോക്ക ക്ഷേമത്തിന് വേണ്ടി ഒരു മുന്നണി ഉണ്ടാക്കുക എന്ന് പറയുക. പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ആവശ്യം അദ്ദേഹത്തിന് കിട്ടേണ്ട വേറെ ചില ബെനിഫിറ്റ്സ് ആയിരുന്നു. അത് കിട്ടിയില്ല എന്നും അങ്ങനെ വഞ്ചിച്ചു എന്നും ഇപ്പോൾ വന്ന് പരസ്യമായി പറയുകയാണ് ചെയ്യുന്നത്. ഇതിനെ മുഴുവൻ എൻഡോസ് ചെയ്തുകൊണ്ട് നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് CPM രാഷ്ട്രീയം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ എന്താ പ്രശ്നം? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്താണ്? നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം മുസ്ലിങ്ങളെ പേടിച്ചാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്രമസമാധാനത്തെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിന് മറുപടി പറയാൻ ഒരു ബാധ്യത ഭരണകക്ഷിക്കുണ്ട്, ആഭ്യന്തര വകുപ്പിനുണ്ട്. അതിന് മറുപടി പറയുന്നില്ല. ഇവിടെ കലാപാഹ്വാനത്തിന് കേസെടുത്തതിന്റെ മുഴുവൻ ഈ സമീപകാലത്ത് എടുത്തതിന്റെ ഒരു ലിസ്റ്റ് എടുക്കൂ. അതില് ആ ലിസ്റ്റിന്റെ ഒരു സീരിയസ്നെസ്സില് ഈ പ്രസ്താവന എവിടെ വരും എന്നൊന്ന് പരിശോധിച്ചു നോക്കൂ. ഇപ്പൊ തന്നെ NSS ജനറൽ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റുകളും വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെന്റുകളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. രണ്ടുപേരും പറയുന്ന കാര്യങ്ങളും ഐക്യവും ഒക്കെ എന്തിനു വേണ്ടിയാണെന്നൊക്കെ നമുക്ക് അറിയാമെങ്കിലും പക്ഷെ പറയുന്നതിലുള്ള വിദ്വേഷ പ്രചരണം എന്ന് പറയുന്നതും തികഞ്ഞ വർഗീയത എന്ന് പറയുന്നതും SNDPയുടെ നേതാവിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് നമുക്ക് മുഴച്ചു നിൽക്കുന്ന നമുക്ക് കാണാം. അദ്ദേഹം എവിടെ നിന്നാ പറയുന്നത്? അദ്ദേഹം ഒരാളുടെ തോളിലിരുന്നാ പറയുന്നത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ 1-ാം നമ്പർ കാറിൽ കൊണ്ടുപോയി പറയിപ്പിക്കുകയാണ്. അദ്ദേഹം അത് മനസ്സിലാക്കുന്നത് എനിക്ക് കാറുണ്ടായിരുന്നു, എന്റെ മുത്തച്ഛന് കാറുണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവിന്റെ ഇപ്പാപ്പൻ ഇല്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കാര്യം അദ്ദേഹത്തിന് അതിനെ ഫ്യൂഡലായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. കാറല്ല ഇവിടുത്തെ വിഷയം. അദ്ദേഹത്തിന് വലിയ മുന്തിയ കാറുകളുള്ള ആളാണെന്ന് നമുക്കറിയാം, അതിനുള്ള പാങ്ങുള്ള ആളാണെന്ന് നമുക്കറിയാം. പക്ഷെ 1-ാം നമ്പർ കാർ എന്ന് പറയുന്നത് ആ കാർ അംബാസഡർ ആയിക്കോട്ടെ, ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ, ആ കാർ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു മുദ്രയാണ്. അത് ഞങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. ആ മുദ്ര ചാർത്തി പൊന്നാട അണിയിച്ച് കൊണ്ടുവരുന്ന ഒരാൾ ഇങ്ങനെ വർഗീയത വിളമ്പുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യമാണ്. അതിനല്ലേ മറുപടി പറയേണ്ടത്. ശരി, നന്ദി ശ്രീ ജോസഫ് സി മാത്യു ഈ ചോദ്യം ഉന്നയിച്ചത്. ഏതായാലും ജോസഫ് സി മാത്യുവിന്റെ ശബ്ദം കേൾപ്പിച്ചതിൽ പ്രതിഷേധിച്ച് അനിൽകുമാർ ഈ ചർച്ച ബഹിഷ്കരിച്ചു എന്നാണ് തോന്നുന്നത്. അദ്ദേഹം പോയിട്ടുണ്ട്. ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിങ്ങനെ അവഗണിച്ച് മുസ്ലിം ലീഗിന്റെ ഒരു സ്ട്രാറ്റജിയാണ് ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ അവഗണിക്കുക, ഇത്തരം ജൽപ്പനങ്ങളെ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് PMS സലാമാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ അവഗണിക്കും തോറും നിങ്ങൾ ഒരു യുദ്ധത്തിന് പോകേണ്ട എന്ന് തീരുമാനിച്ച് സണ്ണി ജോസഫ് ഒക്കെ മൗനം പാലിക്കുമ്പോഴും ഇവർ ഈ വിഷത്തിന്റെ അളവിന്റെ ഡോസ് കൂട്ടുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗുരുതരമായ ആരോപണമാണ്, കേസെടുക്കേണ്ട സംഭവമാണ്. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തെ എന്താവും കേരളത്തിന്റെ ഒരു സോഷ്യൽ ഫാബ്രിക്, സാമൂഹിക സ്ഥിതി? നിജേഷ് അരവിന്ദ്. അല്ല, ഒരിക്കലുമില്ല ജിംസെ, നമ്മളിതിനെ അവഗണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കറിയാം ഇന്ന് പറയുന്നത് നാളത്തെ ചരിത്രമാണ്. നമുക്കറിയാം കേരളത്തിലെ മതേതരത്വത്തിന് വന്ന ഏറ്റവും വലിയ ഭീഷണി, അല്ലെങ്കിൽ ഇന്ത്യയിലെ മതേതരത്വത്തിന് ഭീഷണി ബാബറി മസ്ജിദ് ആയിരുന്നു. ആ കാലഘട്ടത്തിലാണ് കേരളത്തിന്റെ തെരുവോരങ്ങളിലേക്ക് വർഗീയ ലഹള പറഞ്ഞത്. അതൊരു വൃശ്ചിക മാസത്തിൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എടുത്ത നിലപാട്, പ്രത്യേകിച്ച് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എടുത്തൊരു നിലപാടുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങി അന്നത്തെ അയ്യപ്പന്മാരെ, ഹിന്ദു സഹോദരങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ ഒരു വാക്ക് യഥാർത്ഥത്തിൽ കേരളത്തിലെ മതേതരത്വത്തിന്റെ ചരിത്രത്തിലെ ഒരു പൊൻതൂവൽ എന്ന് പറയുന്ന വാക്കാണ്. അന്ന് ശിഹാബ് തങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ INL പിടിച്ച് അവരെ മന്ത്രിയാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ് എന്ന് പറയുമ്പോൾ, CPM ഒരാൾ പറയുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് അറിയാൻ വേണ്ടി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ് എന്നൊരു അഭിപ്രായം CPIM അത് നിങ്ങൾ ചോദിക്കണം. അനിൽകുമാറിന് വിട്ടേക്കുക, CPM പലസ്തീൻ ഐക്യദാർഢ്യ റാലി വരുമ്പോൾ, ഏക സിവിൽ കോഡ് വരുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ പോയി നിരന്തരമായി ക്ഷണിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാക്കന്മാർ ഇന്ന് മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ് എന്നൊക്കെ പറയുന്നത് അസംബന്ധമാണ്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ വളരെ ക്ലാരിറ്റി ഉണ്ട്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കുറച്ചു കാലമായി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് വിഷമാണ്. ആ വിഷത്തിനെ അംഗീകരിക്കാനോ ആ വിഷത്തിനെ ഏതെങ്കിലും തരത്തിൽ ലളിതവൽക്കരിക്കാനോ കോൺഗ്രസ് തയ്യാറല്ല. ഞങ്ങളത് പറയേണ്ടിടത്ത് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞുകൊണ്ടേയിരിക്കും, യാതൊരു സംശയവുമില്ല. അതിൽ നേരത്തെ VD സതീശൻ പറഞ്ഞതുപോലെ 1000 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും ഈ രാജ്യത്തേക്ക് ഒരു വിഷവിത്ത് കൊണ്ടുവരുമ്പോൾ അതിനെ പറിച്ചു നടുക എന്ന ഉത്തരവാദിത്തമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത്, മതേതരത്വ ബോധമുള്ള ഏതൊരാൾക്കുമുള്ളത്. ഞങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കും. ശരി, ശ്രീ ദാമോദർ പ്രസാദ്, ഈ വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും ഈ നിലപാട്, അതായത് അയ്യപ്പ സംഗമത്തിൽ സുകുമാരൻ നായരുടെ നിലപാട്, NSSന്റെ നിലപാട് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 1.5 വർഷമായി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ അതൊന്നും തെരഞ്ഞെടുപ്പിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നില്ല. ജനം അതൊന്നും വകവയ്ക്കുന്നില്ല.
ജനം അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടല്ല വോട്ട് ചെയ്യുന്നത് എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും LDF CPM മനസ്സിലാകുന്നില്ലേ? അതിലെന്താണ് സംശയം ജിംസ്? കാര്യം ഈ സാമുദായികമായ വോട്ട് എപ്പോഴാണ് സാമുദായികമായ ഒരു ഗൗരവമായ പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ ആ സമുദായം നില ഗൗരവമായ പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ ഒരു പക്ഷേ അത് വോട്ടായി ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ എന്ത് പ്രശ്നമാണ് കേരളത്തിലെ ഈ രണ്ട് സമുദായം അഭിമുഖീകരിക്കുന്നത്? അപ്പോൾ എങ്ങനെയാണ് വോട്ടാവുന്നത്? അപ്പോൾ അതൊന്നും അല്ല പ്രശ്നം. ഈ മുസ്ലിം വിദ്വേഷം വെച്ചുകൊണ്ട് ആര് വോട്ട് ചെയ്യും? കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ കേരളത്തിൽ വോട്ട് ചെയ്യുന്ന പൗരന്മാർ വോട്ട് ചെയ്യുന്നതിന് പല മാനദണ്ഡമുണ്ട്. അവർക്ക് ഭരണത്തെക്കുറിച്ച് വിലയിരുത്തലുണ്ടായിരിക്കാം, സാമ്പത്തികമായിട്ട് അവരുടെ ബെനിഫിറ്റുകളെ കുറിച്ച് ആലോചിക്കാം, അങ്ങനെ അവരുടെ വർഗപര പൊസിഷൻസ് ഉണ്ടായിരിക്കാം, അവർക്ക് കേരളത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടായിരിക്കാം. ഈ സമുദായ നേതൃത്വത്തിനെതിരെ കാഴ്ചപ്പാടുണ്ടായ സമുദായങ്ങൾക്ക്, ഞാൻ തമാശ പറയല്ല, സമുദായ അംഗങ്ങൾക്ക് സമുദായ നേതൃത്വത്തിനെതിരെ അഭിപ്രായമുള്ള ആൾക്കാരെ നമുക്കറിയാം. അപ്പോൾ അവർ ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മുസ്ലിം ലീഗിനോട് രാഷ്ട്രീയ വിമർശനം ഒരു കാര്യം, അത് നിങ്ങൾ ഒരു പക്ഷേ ഏത് സംഘടനയ്ക്കും നടത്താം. മുസ്ലിം രാഷ്ട്രീയ നിലപാട് ഇങ്ങനെ ഞങ്ങൾക്ക് യോജിപ്പുണ്ടെന്ന് പറയാം. അതിനെക്കുറിച്ച് മുസ്ലിം വിദ്വേഷം വേറെ തന്നെ വേർതിരിച്ച് കാണണം. മുസ്ലിം അത് ഈ വെള്ളാപ്പള്ളി പലപ്പോഴും കൺഫ്യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ കേരളത്തിൽ. അത് മുസ്ലിമിനെ ഇഷ്ടമുള്ളത് അല്ല, മുസ്ലിം അതായത് ഇത് പറഞ്ഞ എന്താ അർത്ഥം? മുസ്ലിമിനെതിരാണോ? അതായത് നായാടി നസ്രാണി എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്നതിന് എന്ത് ലീഗ് വിരുദ്ധമുള്ളത്? മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയാണ്, അത് അധികാരത്തിൽ ഇരുന്ന പാർട്ടിയാണ്, അധികാരത്തിൽ ഇരിക്കാൻ പോകുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയുടെ രാഷ്ട്രീയ വിമർശനം നടത്താം. പക്ഷേ മുസ്ലിം സമുദായത്തിനടുത്ത് അത് മതസ്പർദ്ധ ഉണ്ടാക്കുന്നത് വേർതിരിച്ച് കാണണം. അതും CPM തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. മുസ്ലിം വിദ്വേഷമല്ല, മുസ്ലിം ലീഗിനെതിരെ രാഷ്ട്രീയ വിമർശനമാണ്. അത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കി വിവേക കയറുന്ന ആൾക്കാരുണ്ട്. ഭാഗ്യവശാൽ സുകുമാരൻ നായർ ഈ സംവരണ രാഷ്ട്രീയം പറയുമ്പോഴും ആ വിദ്വേഷ രാഷ്ട്രീയത്തിലേക്ക് വീണില്ല എന്നുള്ള കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യം. അതും കൂടി കൂട്ടിച്ചേർന്നാൽ കേരളം ഉണ്ടാക്കാൻ പോകുന്ന വിഷലിപ്ത അന്തരീക്ഷം ഭീകരമാണ്. രണ്ടാമത്തെ ഒരു കാര്യം നിലേഷ് അരവിന്ദ് പറഞ്ഞ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അത് വളരെ ശരിയാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഈ കഴിഞ്ഞ MVA ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറി ശേഷം നടത്തിയ ഒരു യാത്രയിലും ഒക്കെ നമ്മൾ ആവർത്തിച്ച് കണ്ടാണ് മുസ്ലിം ലീഗ് ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ വിഷ്വൽസ് മുഴുവൻ മീഡിയ വണ്ടെ കയ്യിലുണ്ടായിരിക്കും. അതൊന്ന് പ്ലേ ചെയ്യണം. അന്ന് എന്തായിരുന്നു ഇവരുടെ നിലപാട്? അന്ന് മുസ്ലിം രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാൻ സാധിച്ചത് മുസ്ലിം ലീഗിനെ ദുർബലപ്പെടുത്തുകയാണ്. UDF മുസ്ലിം ലീഗിൽ UDF ഇല്ല, അതൊരു വസ്തുതയാണെങ്കിലും മുസ്ലിം ലീഗ് UDF ഇല്ല എന്ന് ആവർത്തി പറയുകയും മുസ്ലിം ലീഗ് അതിൻ്റെ അകത്ത് അതിൻ്റെ രാഷ്ട്രീയ സ്വത്ത് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് MV ഗോവിന്ദ മാഷ്. ആവർത്തി നിങ്ങൾക്ക് പലപ്പോഴും കാണാം, പത്രങ്ങൾ ഉടനീളം ലീഗിനെ ക്ഷണിച്ചുകൊണ്ട്. കാര്യം ഗോവിന്ദ മാഷ് രാഷ്ട്രീയ ചരിത്രത്തിൽ MV രാഘവനെ ബന്ധപ്പെട്ട് മുസ്ലിം ലീഗുമായിട്ടൊരു ഐക്യപ്പെടുന്ന രാഷ്ട്രീയ ചരിത്രം ഗോവിന്ദ മാഷ്ക്ക് തന്നെ ഉണ്ട് താനും. കാര്യം ആ 84 ബന്ധപ്പെട്ട് നമുക്ക് അറിയുന്ന കാര്യം, MV രാഘവൻ രാഷ്ട്രീയ നിലപാട് ഐക്യപ്പെട്ടിരുന്ന ആളായത് ഗോവിന്ദ മാഷ് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നമുക്ക് അന്ന് DFI നേതാവായിരുന്ന ഗോവിന്ദ മാഷക്ക് MV രാഘവൻ്റെ രാഷ്ട്രീയ നിലപാട് ഐക്യപ്പെടുന്നിരുന്ന ആളായിരുന്നു, അന്ന് നിയമസഭ രാഷ്ട്രീയ ലൈനിനെതിരായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും CP ചോണപ്പോൾ ആൾക്കാർ പലപ്പോഴും. അപ്പോൾ അത് ആവർത്തിച്ചിരുന്നു. ആ MVRൻ്റെ ലൈൻ 84 MVRൻ്റെ ലൈൻ ഗോവിന്ദ മാഷ് പലപ്പോഴും ആവർത്തി കണ്ടു. അപ്പോൾ എന്തുണ്ടായി? 2 ഇലക്ഷൻ പരാജയപ്പെട്ട ശേഷം പിന്നെ നോക്കിയപ്പോൾ ഒറ്റ വഴിയുള്ളൂ, അത് എന്താ ചിഴവ വോട്ട് കുറേ CPM പോയപ്പോൾ പിന്നെ വെള്ളാപ്പള്ളി പറയുന്ന ട്രാപ്പിൽ പോയി സ്വയം ഇവർ വീഴല്ല. ആ വെള്ളാപ്പള്ളി നമ്മൾ പറയും, വെള്ളാപ്പള്ളി കൊണ്ട് ആവർത്തിച്ച് പറയിപ്പിക്കാണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ തികച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തിൽ നിന്നോ ഇവരുടെ പോയാൽ വെള്ളാപ്പള്ളി ശബ്ദനാവും. അതിപ്പോൾ സാധിക്കുന്ന കാര്യം. ഇത് BJPയുടെ രാഷ്ട്രീയത്തിലോ സംഘപരിവാർ രാഷ്ട്രീയത്തിലോ അവർക്ക് പറയാൻ സത്യത്തിൽ അവർക്ക് പറയേണ്ട ആവശ്യമില്ല. ആ രാഷ്ട്രീയത്തെ പ്രചരിപ്പിക്കാൻ വളരെ 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 ആസൂത്രിതമായിട്ട് ആലോചിച്ചുകൊണ്ട് ഒരു വിമർശനം കൂടി നടത്താണ്ട് മീഡിയ ഉൾപ്പെടെ ഈ മാധ്യമങ്ങൾ ഈ സമുദായ നേതാക്കൾക്ക് ഈ മാടമ്പികൾക്ക് കൊടുക്കുന്ന പ്രാധാന്യമുണ്ടല്ലോ. കാര്യം അതാണ് പ്രശ്നം. അത് നേരത്തെ നമ്മുടെ അനിൽകുമാർ പറഞ്ഞു, മലപ്പുറത്തെ ഒരു ആരും വെള്ളാപ്പള്ളിയും താരതമ്യം ചെയ്തു. വെള്ളാപ്പള്ളി ഒരു വലിയ സാമുദായിക അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അവിടെയാണല്ലോ. അതുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിലേക്കൊന്നും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ദിനംപ്രതി പോകുന്നില്ല. ഇവിടേക്കാണല്ലോ പോകുന്നത്, ഇയാളുടെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. പക്ഷേ മാധ്യമങ്ങൾ അനാവശ്യം, അതാണ് കക്ഷിക്കൊരു ആവേശമായി മാറുകയാണ്. ഇതൊക്കെ പറയാൻ അപ്പോൾ പോയി വെച്ചു കൊടുക്കുക, പ്രകോപിതനാവുക, അങ്ങനെ ഈ വിദ്വേഷം പ്രചരിപ്പിക്കാൻ മാധ്യമങ്ങളും സഹായിക്കുന്നുണ്ട്. മാധ്യമങ്ങളും ഇതിനകത്ത് ഒരു കോഷ്യസ് ആണ് നിലപാടെടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ മുഹമ്മദ് ഹനീഫ, ഇപ്പോൾ സംവരണമാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. SNDP സംവരണ വിഷയം കൈയൊഴിഞ്ഞു. അതിൻ്റെ പുറകെ നിൽക്കുന്ന ലീഗ് മാത്രമാണ് എന്ന് സുകുമാരൻ നായർ വളരെ വിശദമായി വ്യക്തമായി പറയുന്നു. സുകുമാരൻ നായർ അത് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രശ്നം സാധാരണക്കാർക്ക് മനസ്സിലാവുക. പക്ഷേ അപ്പോഴും ഇത് ജൽപ്പനങ്ങളാണ്, ഇതിനെ ഇഗ്നോർ ചെയ്യണമെന്നാണ് ലീഗിൻ്റെ നിലപാട്. യഥാർത്ഥത്തിൽ എന്താണ് സംവരണ വിഷയം? അതിൽ SNDPയുടെ ഇപ്പോഴത്തെ നിലപാട് എങ്ങനെയാണ് സംവരണീയ സമുദായങ്ങളെ വഞ്ചിക്കുന്നത് എന്ന് വിശദീകരിക്കാനുള്ള രാഷ്ട്രീയ ബാധ്യത ലീഗിനില്ലേ? അല്ല, തീർച്ചയായും ഇതൊരു സംവരണ വിഷയത്തെ കേന്ദ്രീകരിച്ചല്ല യഥാർത്ഥത്തിൽ. ഇതൊരു രാഷ്ട്രീയ ഇലക്ഷന് മുൻനിർത്തിയുള്ള, ഒരു തെരഞ്ഞെടുപ്പിന് മുൻനിർത്തിയുള്ള ക്യാമ്പയിനാണ് എന്ന ബോധ്യം
ആണ് PMS സലാമിനുള്ളത് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്കുള്ളത് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പറയുന്ന മെറിറ്റിൽ അതിപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞ പല കാരണങ്ങൾക്കും അതിൻ്റെ മെറിറ്റ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന തരത്തിലുള്ള ഒരു ഡിബേറ്റിലേക്ക്, ഒരു തർക്കത്തിലേക്ക്, ഒരു സംവാദത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഇദ്ദേഹത്തെ തുറന്നു കാണിക്കുക. അത് കേരളത്തിന് മുമ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് അത് ഒരു വളരെ കൃത്യമായൊരു സംഗതി എനിക്ക് പറയാനുള്ളത്, ഇത് യഥാർത്ഥത്തിൽ ഇതൊരു മറയാണ്. ഇത് വെള്ളാപ്പള്ളി നടേശനെ മുൻനിർത്തി CPM ചെയ്യുന്ന ഒരു മറയാണ്. അതിൻ്റെ ലക്ഷ്യം CPM BJP വോട്ട് കച്ചവടമാണ്, അല്ലാതെ വോട്ട് വർഗീയമായി ധ്രുവീകരിക്കുകയല്ല. ആ വോട്ട് കച്ചവടത്തിനൊരു മറ പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നെ CPM ഇനി വീണ്ടും അധികാരത്തിൽ വന്നാൽ നമ്മുടെ പൊതുവെ ആയുള്ള വിശകലനം എന്തായിരിക്കും? അത് ഈ വെള്ളാപ്പള്ളി നടേശൻ സൃഷ്ടിച്ച വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഫലമായി ഹിന്ദു വോട്ടുകൾ ഒന്നടങ്കം BJPയിലേക്ക് പോയി, CPMലേക്ക് പോയി, BJPയുടെ വോട്ടുകൾ, BJPയുടെ വർഗീയവൽക്കരിക്കപ്പെട്ട വോട്ടുകൾ CPMലേക്ക് പോയി എന്നൊരു നരേറ്റീവ് ഉണ്ടാവും. ആ നരേറ്റീവ് മുൻകൂട്ടി നിശ്ചയിക്കുക. ബിജെപിയുടെ വോട്ട് കുറയ്ക്കുന്നു, വോട്ട് കുറയും സ്വാഭാവികമായി. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. പലയിടത്തും BJPക്ക് വോട്ട് കുറഞ്ഞു, CPMലേക്ക് പോയി, CPMന്റെ വോട്ട് കുറഞ്ഞു, BJPയിലേക്ക് പോയി. ഇത് കച്ചവടമാണ്, അല്ലാതെ വർഗീയമായ വോട്ട് ചാഞ്ചാട്ടം അല്ല നടന്നത്. അപ്പോൾ അതിന് മറ പിടിക്കുന്നതിനുള്ള നരേറ്റീവ് മുൻകൂർ സൃഷ്ടിച്ച് വെക്കുക എന്നതിനപ്പുറം ഇതിന് വേറെ ഒന്നുമില്ല, വേറൊരു പദ്ധതി ഇതില്ല. ഇപ്പൊ ഇദ്ദേഹം തന്നെ പറയുന്നു, നോക്കൂ, സുകുമാരൻ നായർ എന്ന് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന് കാറുണ്ട്, അദ്ദേഹത്തിന് വലിയ കാറുണ്ട്. നമ്മൾ ഇവിടെ ഉന്നയിക്കുന്ന പ്രശ്നം കാറാണോ? നമ്പർ 1 കേരളത്തിൻ്റെ അതൊരു പ്രതീകമാണ്. ആ പ്രതീകത്തിൽ പിന്നെ ഒരു വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരാളെ അതിൽ കയറ്റാൻ പാടില്ല എന്നത് മറ്റൊരു കോണ്ടെക്സ്റ്റാണ്. നമ്മൾ പിന്നെ കൊച്ചിൻ മെട്രോയുടെ ഉദ്ഘാടനത്തിൽ കുമ്മനം രാജശേഖരൻ കയറിയിരുന്നപ്പോൾ എന്താണ് ഉണ്ടായത്? അദ്ദേഹം കൊച്ചി മെട്രോയിൽ കയറി എന്നായിരുന്നു ആക്ഷേപം, അല്ലെങ്കിൽ മെട്രോയിൽ BJP പ്രസിഡന്റ് കയറി എന്നാണ് ആക്ഷേപം. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ആ പരിപാടിയിൽ ഇല്ലാത്ത ഒരാൾ കയറിയിരുന്നു. അതിനെയാണ് നമ്മൾ കുമ്മനടി എന്ന പേരിൽ കേരളത്തിൽ എല്ലാവരും അറിഞ്ഞത്. അതല്ലേ ഇവിടെ സംഭവിക്കുന്നത്? കാറിൽ കയറ്റിയതാണോ പ്രശ്നം? അതിൻ്റെ ഈ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ ഇതുപോലെ ഒരാളെ കയറ്റിയതാണോ പ്രശ്നം? വഴിയിൽ നടക്കുന്ന എല്ലാവരും കയറ്റാനുള്ളതാണോ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനം? അദ്ദേഹത്തിൽ മുഖ്യാതിഥിയാണോ അല്ലെങ്കിൽ ഗസ്റ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു പദവിയുള്ള ആളാണോ? ഒന്നുമല്ല. ഇത് നിരന്തരം ഈ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള വിദ്വേഷ പ്രചരണങ്ങൾ ഇവിടെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുദേശ് M. രഘുവിൻ്റെയും ബാബുരാജ് ഭഗവതിയുടെ ഒക്കെ നേതൃത്വത്തിൽ. അതേപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, സമയം തീരുന്നു എനിക്കറിയാം. പിന്നെ ഇവരുടെ ഐക്യം SNDP പിന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെയും സുകുമാരൻ നായരുടെയും ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് BJP നേതാക്കളും CPM നേതാക്കളും ഒരുപോലെ ആഘോഷിക്കുന്നുണ്ട്. ഇവരുടെ B. ഗോപാലകൃഷ്ണൻ്റെ ഒക്കെ പോസ്റ്റ് നമ്മൾ കണ്ടു. നമ്മുടെ പിന്നെ ഒരു സുഹൃത്ത് നൗഷാദ് പുതുപ്പറമ്പ്, താങ്കൾക്കറിയാം, ഡോക്ടർ T. നൗഷാദ്, അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. ഈ വാസവനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് മിനിസ്റ്റർ എന്നാണ്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് മിനിസ്റ്റർ രംഗത്ത് വരുന്നു, പിന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വരുന്നു CPM പക്ഷത്ത്. മറുപക്ഷത്ത് B. ഗോപാലകൃഷ്ണൻ അടക്കമുള്ള മുഴുവൻ BJP നേതാക്കളും ഈ ചിത്രത്തിന് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതൊരു ഐക്യമുന്നണിയാണ് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഒളിവും മറയുള്ള എന്തെങ്കിലും പിന്നെ തന്ത്രങ്ങളോ ഒന്നുമല്ല. ഇത് പ്രത്യക്ഷത്തിൽ തന്നെ CPM BJP ഐക്യമുന്നണിയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ലെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടില്ലെങ്കിൽ CPM ഇല്ല എന്ന ബോധ്യത്തിൽ നിന്നുണ്ടാവുന്ന അവസാനത്തെ പരിശ്രമമാണ്. ശരി, ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഇപ്പോൾ CPM പ്രതിനിധി നമ്മളൊപ്പം ചർച്ചയിൽ അദ്ദേഹം ഇടയ്ക്ക് വെച്ച് ചർച്ച അവസാനിപ്പിച്ചു. നന്ദി ശ്രീ ജോസഫ് സി മാത്യു, ശ്രീ നിജേഷ് അരവിന്ദ്, ശ്രീ മുഹമ്മദ് ഹനീഫ, ദാമോദർ പ്രസാദ്.